ഭരണത്തിൻ്റെ നീതിബോധം, ഇന്ത്യൻ അനുഭവം, എനിക്കൊരാഗ്രഹമുള്ളത് മാത്രം ഞാൻ പറയാം. ഭരണത്തിന് നീതിബോധമാണോ ഉള്ളത് അതോ അധികാരബോധമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. എവിടെയും കാണുന്നത് അധികാരം നടത്തുന്നതാണ്. എനിക്കൊരു പാട്ട് ഓർമ്മ വരുന്നത്, പാടാനല്ല, ശ്രീകുമാരൻ തമ്പിയുടെ ലങ്കാദഹനത്തിലൊരു പാട്ടുണ്ട്. ഈശ്വരൻ ഒരിക്കൽ, ബാക്കിയെല്ലാം നിങ്ങൾക്ക് അറിയുന്നതാണ്. അവിടെ അവസാനം ഈശ്വരൻ ഒരു പിടി ചോറിനായി യാചിച്ചു, കിട്ടിയില്ല. പരിചാരകൻ വാളുവാങ്ങി, ഒടുവിൽ തിരിച്ചു പോയി ഈശ്വരൻ. നമ്മൾ ആ ഈശ്വരനാണ്. ഇപ്പോൾ നമ്മൾ അധികാരം കൊടുത്തു എന്ന് പറയുന്ന ഭരണാധികാരികൾ അഹങ്കാരത്തിൽ നമ്മെ കയറി ഭരിക്കുകയല്ലേ എന്നാണ് എൻ്റെ സംശയം. അവർക്ക് നീതിബോധമുണ്ടോ ചോദിച്ചാൽ, ശ്രീകണ്ഠേശ്വരൻ നീതിബോധത്തിനൊരു വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. അത് ബാക്കിയുള്ളവരെ സ്വാധീനിച്ച് അവൻ്റെ കാര്യം നേടിയെടുക്കാൻ ഉള്ള കൗശലം എന്ന് നീതിക്കൊരു വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. ആ കൗശലം വേണ്ടതിലേറെ നമ്മൾ കാണുന്നുമുണ്ട്. ഡോക്ടർ ജയകുമാറിനെ യോഗത്തിലേക്ക് ക്ഷണിക്കുന്നു. സെറീന ട്രസ്റ്റിൻ്റെ ഭാരവാഹികളെ, അഭ്യുദയകാംക്ഷികളെ, സുഹൃത്തുക്കളെ, കോഴിക്കോടുമായിട്ട് വളരെ കാലത്തെ ബന്ധമുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് സെറീന ട്രസ്റ്റിലേക്ക് എന്തേ ഇത്രയും വൈകിയത് എന്നെ വിളിക്കാൻ എന്നാണ് എനിക്ക് ഇപ്പോൾ തോന്നുന്നത്. എല്ലാ വർഷവും കൃത്യമായി ഈ അനുസ്മരണ പ്രഭാഷണം നടത്തപ്പെടുന്നു എന്നത് ഈ ട്രസ്റ്റിൻ്റെ നടത്തിപ്പുകാരുടെ നീതിബോധത്തിൻ്റെ ഏറ്റവും വലിയ ഒരു നിദർശനമായി ഞാൻ കാണുകയാണ്. വളരെ ചിട്ടയോടുകൂടി നടത്തപ്പെടുന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ പ്രഭാഷകനും സ്വാഭാവികമായിട്ടും അതിൻ്റെ സംഘാടകരെ പോലെ തന്നെ നിഷ്ഠയും അനുസരണയും അച്ചടക്കവുമൊക്കെ ആവശ്യമാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ഒരു വിഷയത്തിലൂന്നി വേണം നമ്മുടെ പ്രഭാഷണം എന്ന് നിർബന്ധിച്ചത്. ഞാൻ ഈ മൾട്ടിപ്പിൾ ചോയ്സ് പോലെ ഇദ്ദേഹത്തിന് ഒരു 3-4 വിഷയം കൊടുത്തു. അവസാനമാണ് ഇതിന് നറുക്ക് വീണത്. അതിൽ തന്നെ ഭാഷാപരമായ ചില ഭേദഗതികളോട് കൂടിയിട്ടാണ് ഈ വിഷയം തീരുമാനിക്കപ്പെട്ടത്. ഭരണകൂടത്തിൻ്റെ നൈതികത എന്നാണ് എൻ്റെ വിഷയം. അത് ചിലർക്കെങ്കിലും ചിലപ്പോൾ മനസ്സിലായില്ലെങ്കിലോ അഥവാ തെറ്റായി മനസ്സിലാക്കി കളഞ്ഞെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ചുകൂടെ ലളിതമായി ഭരണത്തിൻ്റെ നീതിബോധം എന്ന് ഇവിടെ നമ്മൾ വായിക്കും. പോരെങ്കിൽ ഒരു ഇന്ത്യൻ അനുഭവവും. അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ നീതിബോധത്തെപ്പറ്റി നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഇന്ത്യൻ അനുഭവം തന്നെയാണ് നമ്മൾ പറയേണ്ടത്. ഈ ഒരു വിഷയം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ സങ്കീർണമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സയൻസ് വിഷയമായി കൈകാര്യം ചെയ്യാനല്ല എൻ്റെ ഉദ്ദേശം. അങ്ങനെ ചെയ്യാം. നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ദൈനംദിന ജീവിതങ്ങളിൽ ഭരണകൂടം എങ്ങനെ നമ്മുടെ ജീവിതങ്ങളിൽ ഇടപെടുന്നുവെന്നും നമ്മളുടെ ബന്ധത്തിൽ ഈ ഭരണത്തിൽ നിന്ന് നമുക്ക് എന്തുമാത്രം നീതി ലഭിക്കുന്നു എന്നുമുള്ള ഒരു അന്വേഷണം മാത്രമാണ് ഈ പ്രഭാഷണത്തിൻ്റെ ഉദ്ദേശം. എന്നാൽ അതിനപ്പുറത്തേക്ക് ഒരു ചെറിയ ഉദ്ദേശവും കൂടിയുണ്ട്. എന്തുകൊണ്ടാണ് ഭരണകൂടത്തിൻ്റെ നീതി നമുക്ക് ലഭിക്കാതെ പോകുന്നത് എന്ന ഒരു അന്വേഷണത്തിലേക്ക് നമ്മളുടെ മനസ്സുകളെ ഉന്മുഖമാക്കാൻ ഈ പ്രഭാഷണം കൊണ്ട് സാധിക്കുമെങ്കിൽ, അങ്ങനെ നീതി നിഷേധിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥാവിശേഷത്തിലേക്ക് സമൂഹത്തെ ഉണർത്താനുള്ള ചില വിചാരങ്ങളും കൂടി നമ്മളിലൊക്കെ അങ്കുരിപ്പിക്കാൻ ഈ സംഭാഷണം കൊണ്ട് സാധിക്കുമെങ്കിൽ അത് ചെറുതല്ലാത്തൊരു നേട്ടമായി ഞാൻ കരുതുക. ഇത്രയൊക്കെ ആമുഖമായി പറഞ്ഞിട്ട് ഈ വിഷയത്തിലേക്ക് നമുക്ക് പതുക്കെ കടക്കാം. ഒന്ന്, ഈ ഭരണത്തിൻ്റെ നീതിബോധം എന്നൊക്കെ പറയുമ്പോൾ ആദ്യം നമ്മൾ ധരിക്കേണ്ടത്, നമ്മൾ ദിവസവും പേപ്പർ വായിക്കുന്ന ആളുകളായതുകൊണ്ടും TV വായിക്കുന്ന ആളുകളായതുകൊണ്ടും ഭരണം എന്ന് കേൾക്കുമ്പോൾ
ഇപ്പോൾ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരിനെ പറ്റിയാണ് ഈ പരാമർശം എന്ന് തെറ്റിദ്ധരിക്കാനിടയുണ്ട്. അതല്ല എൻ്റെ ഉദ്ദേശം. ഒരു സർക്കാരുകളെ പറ്റിയുമല്ല. ദ സ്റ്റേറ്റ്, ഭരണകൂടം എന്ന് പറയുന്ന ഒരു അബ്സ്ട്രാക്ഷൻ, നമ്മൾ ദിവസവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അബ്സ്ട്രാക്ഷൻ. ഗവർണൻസ്, ഗവൺമെൻറ്, ഭരണകൂടം, ഭരണ നിർവഹണം എന്നൊക്കെ നമ്മൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന, വ്യവഹരിക്കുന്ന ഒരു അധികാര വ്യവസ്ഥ. ഭരണകൂടം എന്ന് പൊളിറ്റിക്കൽ സയൻസിനകത്തൊക്കെ സറ്റിൽ ഡിഫറൻസസ് ഉണ്ട്. സ്റ്റേറ്റും ഗവൺമെൻറ്റും ഒക്കെ ആയിട്ട് ഡിഫറൻസ് ഇല്ല എന്ന് മനസ്സിലാക്കാതെ അല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മുടെ ഈ ഒരു പ്രഭാഷണത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ കേരളം ഭരിക്കുന്ന ഒരു ഗവൺമെൻറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇന്ത്യ ഭരിക്കുന്ന ഒരു ഗവൺമെൻറ്റിനെ കുറിച്ചുമുള്ള വിമർശനാത്മകമായ ഒരു വിമർശനാത്മകമായ പരാമർശങ്ങളല്ല ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെയോ ഇന്ത്യൻ അനുഭവത്തിൽ ഭരണം ജനങ്ങളോട് എങ്ങനെയാണ് ഇടപെടുന്നത്, ജനങ്ങളും ഭരണകൂടവുമായിട്ടുള്ള ബന്ധം കഴിഞ്ഞ 78 വർഷമായി നമ്മളുടെ അനുഭവത്തിൽ എന്താണ് എന്ന് നമ്മുടെ ജീവിതാനുഭവങ്ങളുടെ നേർക്ക് ഒരു കണ്ണാടി പിടിപ്പിക്കാൻ മാത്രമേ ഈ പ്രഭാഷണം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ ഇത് ഇന്ന ഗവൺമെൻറ്റിൻ്റെ വിമർശനമാണെന്നോ മറ്റൊരു ഗവൺമെൻറ്റിൻ്റെ പ്രശംസയാണോ എന്നുമൊക്കെ വളരെ സങ്കുചിതമായി ഈ പ്രഭാഷണത്തിൽ പരാമർശിക്കുന്ന കാര്യങ്ങൾ വ്യാഖ്യാനിക്കരുതേ എന്ന ഒരു പ്രിലിമിനറി, ഒരു പ്രൈമറി അഭ്യർത്ഥനയോട് കൂടി, ഒരു കേവിയേറ്റ് എടുത്തിട്ട് മാത്രമേ എനിക്ക് സ്വതന്ത്രമായി ഈ വിഷയത്തിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. ഭരിക്കപ്പെടുന്നവരും ഭരിക്കുന്നവരും, അതാണല്ലോ ആ ഒരു വ്യത്യാസം എപ്പോഴും ഉണ്ട്. ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും. ഭരിക്കപ്പെടാൻ ആളുള്ളത് കൊണ്ടാണ് ഭരണകർത്താക്കളുള്ളത്. ഭരണകർത്താക്കൾക്ക് എപ്പോഴും ഭരിക്കാൻ ആളുകൾ വേണം. ഇത് രണ്ടും എപ്പോഴും ഉണ്ട്. ദ റൂൾഡ് ആൻഡ് ദി റൂളർ എപ്പോഴും ഉണ്ട്. ജനാധിപത്യമൊക്കെ വരുന്നതിന് മുമ്പും 20-ാം നൂറ്റാണ്ട് പിറക്കുന്നതിന് മുമ്പും ഫ്രഞ്ച് റവല്യൂഷന് മുമ്പും ഒക്കെ തന്നെ ഭരണകൂടങ്ങളും ഭരിക്കപ്പെടുന്നവരുമുണ്ട്. രാജാക്കന്മാരായിരുന്നു അന്ന് ഭരണകർത്താക്കൾ, രാജാക്കന്മാരും പ്രജകളും. നമ്മുടെ രാമായണത്തിൻ്റെ സമയത്തും മഹാഭാരതത്തിൻ്റെ സമയത്തും ഒക്കെ തന്നെ പ്രജകളുമുണ്ട്, രാജാക്കന്മാരുമുണ്ട്. ഇത് ഭരണകൂടവുമുണ്ട്, ഭരിക്കപ്പെടുന്നവരുമുണ്ട്. ഇവർ തങ്ങളിലുള്ള ബന്ധം ഒരുപോലെ ആയിരുന്നില്ല. ആരാണോ തന്നെ മറന്ന് ഭരിക്കപ്പെടുന്ന പ്രജകളെക്കുറിച്ച് ചിന്തിച്ചത്, അത്തരം രാജാക്കന്മാരെ ചരിത്രവും ഇതിഹാസങ്ങളും എല്ലാം ഓർത്തു വയ്ക്കുന്നു. നേരെ മറിച്ച് ഈ സുഖസൗകര്യങ്ങളെല്ലാം, ഈ സുഖഭോഗങ്ങളെല്ലാം എനിക്ക് ആസ്വദിക്കാനുള്ളതാണ് എന്ന് വിചാരിച്ച് ഭരണകൂടത്തെ സ്വാർത്ഥമോഹങ്ങൾക്കായി ദുരുപയോഗപ്പെടുത്തിയ രാജാക്കന്മാരെ ഇതിഹാസങ്ങളും ചരിത്രവും തമസ്കരിക്കുകയോ അല്ലെങ്കിൽ അവരെ വിമർശിക്കുകയോ ചെയ്യുന്നു. അവരുടെയൊക്കെ കാലത്ത് അവരുടെ തന്നെ ഡൈനാസ്റ്റികൾ, വംശങ്ങൾ തന്നെ ഇല്ലാതാവാൻ കാരണവും ഭരണകർത്താക്കളുടെ അതിസ്വാർത്ഥതയും അവനവനെ പറ്റി മാത്രമുള്ള വിചാരവും പ്രജകളെ പറ്റിയുള്ള വിസ്മൃതിയുമായിരുന്നുവെന്ന് ഒരുപാട് ഉദാഹരണങ്ങൾ. ഇപ്പോൾ കാളിദാസന്റെ രഘുവംശം അവസാനിക്കുന്നത് ഒരുത്തനുണ്ടല്ലോ, അയാളുടെ പേര് ഞാൻ മറന്നുപോയി, എന്തുവർണ്ണനാണ്, അഗ്നിവർണ്ണൻ എന്ന് പറയുന്ന രാജാവോട് കൂടിയിട്ടാണ് രഘുവംശം അവസാനിക്കുന്നത്. ഈ അഗ്നിവർണ്ണൻ എന്താണ് കുഴപ്പം? അയാൾക്ക് പിന്നെ സ്ത്രീകളുമായിട്ട് രമിക്കലല്ലാതെ വേറെ പണിയൊന്നുമില്ല. അപ്പോൾ പ്രജകൾ കാണാൻ വന്നാൽ ഇയാൾ കാണില്ല, ഇയാൾക്ക് സമയമില്ലല്ലോ. അപ്പോൾ മന്ത്രി വന്ന് പറഞ്ഞു, അല്ല അദ്ദേഹം എങ്ങനെയെങ്കിലും പ്രജകളെ എങ്ങനെയെങ്കിലും ഒന്ന് കാണണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അഭിപ്രായമല്ല, കാളിദാസൻ പറയുക കേട്ടോ. അപ്പോൾ ഒരു ജനലുണ്ടാക്കിയിട്ട് കാല് വെളിയിലോട്ട് ഇട്ട് കൊടുത്തു, കാല് വേണമെങ്കിൽ കണ്ടിട്ട് പൊക്കോട്ടെ പ്രജകൾ എന്ന് പറയുന്ന അഗ്നിവർണ്ണന്മാരെ പറ്റി രഘുവംശത്തിൽ കാളിദാസൻ പണ്ടേ പറഞ്ഞു വെച്ചു. അതോടുകൂടി രഘുവംശം അവസാനിക്കുകയും ചെയ്തതായി മഹാകവി നമ്മളോട് പറയുകയാണ്. കാണാൻ വരുന്ന പ്രജകളോട്, ആവലാതി പറയാൻ വരുന്ന പ്രജകളോട് മൈ ഫുട്ട് എന്ന് പറയുന്ന രാജാവോടുകൂടി ഒരു വംശം അവസാനിച്ചു എന്ന് പറയുന്ന കാളിദാസന്റെ ആ ക്രാന്ത ദർശിത്വത്തിൽ സകല ഭരണകൂടങ്ങൾക്കുമുള്ള ഒരു കവിയുടെ ജാഗ്രത നിറഞ്ഞ മുന്നറിയിപ്പുണ്ട് എന്ന് തുടക്കത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അഗ്നിവർണ്ണന്മാരുണ്ട്, ജനാധിപത്യത്തിലുണ്ടാവും അഗ്നിവർണ്ണന്മാർ, ഇല്ലേ? അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇതാണ് ഭരണകൂടവും ജനങ്ങളും തമ്മിലുള്ള ബന്ധം എന്നും ഒരു പ്രോബ്ലമാറ്റിക് ഇഷ്യൂ ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ആൽക്കഹോൾ എന്താണ്, ഭരണം ഒരു ലഹരിയാണ്. ഈ ലഹരി പിടിച്ചു കഴിയുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണോ ഞാനിവിടെ ഇരിക്കുന്നത് എന്ന് മറന്നുപോകും. ഇപ്പം ഞാൻ അടിച്ച് ഫിറ്റായിട്ടാണ് ഇവിടെ പ്രസംഗിക്കാൻ നിൽക്കുന്നതെങ്കിൽ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് എന്നുള്ളത് എനിക്ക് ഓർമ്മയുണ്ടാവില്ല. എന്തിനോ വന്നു, കുറച്ച് പേരൊക്കെ മുമ്പേ ഇരിക്കുന്നു, എന്തെങ്കിലുമൊക്കെ എന്താണ്. അപ്പം എന്തിനാണ് നമ്മൾ ഒരു സ്ഥലത്തിരിക്കുന്നത് എന്ന് ലഹരി നമ്മളെ കൊണ്ട് നമ്മൾ മറന്നു പോകുന്നു. എന്ന് പറയുന്നത് പോലെ അധികാരം ലഹരിയാണ് എങ്കിൽ ഭരണം എന്ന് പറയുന്ന പ്രക്രിയ
മറന്നു പോകും. അത് സ്വാഭാവികം. അങ്ങനെ ലോക ചരിത്രത്തിൽ തന്നെ അധികാരത്തിൻ്റെ മത്തു പിടിച്ചിട്ട് താൻ എന്തിനാണ് ഈ കൊട്ടാരത്തിൽ വാഴുന്നത് എന്ന് മറന്നുപോയ ഭരണകർത്താക്കളെ, രാജാക്കന്മാരെ നിഷ്കാസനം ചെയ്യാനാണ് ലോക ചരിത്രത്തിലെ വലിയ വലിയ വിപ്ലവങ്ങൾ ഉണ്ടായത്. ഫ്രഞ്ച് വിപ്ലവമായാലും റഷ്യൻ വിപ്ലവമായാലും അവിടുത്തെ എല്ലാ രാജാക്കന്മാരും മോശമൊന്നും ആയിരുന്നില്ല, നല്ല രാജാക്കന്മാരും ഉണ്ട്. പക്ഷെ അവസാനം വന്നപ്പോൾ ഈ അഗ്നിവർണ്ണന്മാർ വന്നപ്പോൾ ജനങ്ങൾ പറഞ്ഞു, ഇതല്ല നിങ്ങളിൽ നിന്ന് എനിക്ക് വേണ്ടത് എന്ന് പറയുമ്പോഴാണ് ഈ റവല്യൂഷൻസ് ഉണ്ടാവുകയും ഭരണകൂടങ്ങൾ അട്ടിമറിക്കപ്പെടുകയും പുതിയ വ്യവസ്ഥകൾ സ്ഥാപിക്കപ്പെടുകയും പുതിയ ജനാധിപത്യ ഭരണകൂടങ്ങൾ കൂടുതൽ ഉത്തരവാദിത്വത്തോടു കൂടി വരികയും ചെയ്യും. റിയാക്ഷനാണ്. അങ്ങനെ ജനങ്ങളെ വിസ്മരിച്ചുകൊണ്ട് നിലവിലിരുന്ന ഭരണകൂടങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഉത്തരവാദിത്തമുള്ള, ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഭരണകൂടമാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് ജനങ്ങൾ പറഞ്ഞപ്പോഴാണ് ജനാധിപത്യ വ്യവസ്ഥിതി നിലവിൽ വരുന്നതും രാജഭരണം പതുക്കെ അവസാനിക്കുന്നത്. 20-ാം നൂറ്റാണ്ടിൽ നമ്മൾ ലോക ചരിത്രത്തിൽ കണ്ട സ്വാതന്ത്ര്യ സമരങ്ങൾ, ഇന്ത്യയുടേത് ഉൾപ്പെടെയുള്ള അനേകം ആഫ്രിക്കൻ രാജ്യങ്ങളുടെയും അനേകം ഏഷ്യൻ രാജ്യങ്ങളുടെയും ഉൾപ്പെടെയുള്ള സ്വാതന്ത്ര്യ സമരങ്ങളുടെ ചരിത്രം പരിശോധിച്ചാലും ഭരിക്കുന്നവനും ഭരിക്കപ്പെടുന്നവനും തമ്മിലുള്ള ഒരു അഡ്വസേറിയൽ റിലേഷൻഷിപ്പ്, നമ്മൾക്ക് ഹിതകരമല്ലാത്ത രീതിയിൽ ഭരണം നടത്തിക്കൊണ്ടു പോകുന്ന ബ്രിട്ടീഷ് ഭരണത്തെ, അവർ കുറേ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും, ഇല്ലെന്നാരും പറയുന്നില്ല, പക്ഷേ ആത്യന്തികമായി ചൂഷണമാണ് അവരുടെ ലക്ഷ്യം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ഭരണത്തിനെതിരെ ജനങ്ങൾ ഉണർന്നപ്പോഴാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, ദേശീയത ഉണ്ടായത്. ലോകത്തുള്ള ഒരുപാട് ഈ കൊളോണിയൽ ഭരണത്തിനെതിരെ ഉണ്ടായിട്ടുള്ള എല്ലാ സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങളും ഭരണത്തിൻ്റെ അധാർമികതയ്ക്കെതിരെ ഉണ്ടായ ജനരോഷം തന്നെയായിരുന്നു എന്ന് ചരിത്രം വായിച്ചാൽ നമുക്കറിയാം. എവിടെയാണോ ഭരിക്കുന്നവനും ഭരിക്കപ്പെടുന്നവനും തമ്മിൽ ചൂഷണാത്മകമായിട്ടുള്ള, നിഷേധാത്മകമായിട്ടുള്ള ഒരു ബന്ധം നിലവിലിരുന്നത്, അവിടെയെല്ലാം ജനങ്ങളുടെ ഇച്ഛ സ്വാതന്ത്ര്യ സമരമായി ആളിപ്പടരുകയും ആ ഭരണകൂടങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് ജനാധിപത്യ ഭരണകൂടങ്ങൾ വരികയും ചെയ്തു. എല്ലായിടത്തും ജനാധിപത്യം വന്നില്ല. എല്ലായിടത്തും നമ്മളെപ്പോലെ അഹിംസയിലൂന്നിയ പിന്നെ ട്രാൻസ്ഫർ ഓഫ് പവർ എല്ലാം നടന്നത്, പിന്നെ സായുധമായിട്ട് ആയുധം വെച്ച് പടപൊരുതി സ്വാതന്ത്ര്യം നേടിയിട്ടുള്ള ഒരുപാട് രാജ്യങ്ങളുണ്ട്. അവിടെയൊക്കെ ജനാധിപത്യത്തിൻ്റെ പേരിലോ ജനങ്ങളുടെ പേരിലോ വന്ന ഭരണകൂടങ്ങൾ പിന്നീട് വളരെ ഷെയിംലെസ് ആയിട്ട്, ഓട്ടോക്രാറ്റിക് ആയിട്ട്, അല്ലെങ്കിൽ പട്ടാള മേധാവികളുടെ ഭരണം നമ്മൾ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ കണ്ടു. അവിടെ ഫ്രഞ്ചിൽ നിന്നോ പോർച്ചുഗീസിൽ നിന്നോ ബ്രിട്ടീഷുകാരിൽ നിന്നൊക്കെ സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങൾ പിന്നീട് നമ്മളെപ്പോലെ ജനാധിപത്യ ഭരണത്തിലേക്ക് പോയില്ല, ഏകാധിപത്യ ഭരണത്തിലേക്ക് പോയി. ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിൽ നിന്ന് ഒരു ഏകാധിപതിയുടെ ചൂഷണത്തിലേക്ക് പോയ ഒരുപാട് രാജ്യങ്ങളുടെ ചരിത്രം നമുക്ക് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കാണാൻ സാധിക്കും. അപ്പോഴാണ് പിന്നെ അത്രയ്ക്ക് കേമമൊന്നും അല്ലെങ്കിലും ഒരു ജനാധിപത്യം ഇന്ത്യയിൽ ഇപ്പോഴും ഉണ്ടല്ലോ എന്ന് നമ്മൾ ആശ്വസിച്ചു പോകുന്നത്, ഇത്തരത്തിലുള്ള അബദ്ധം ഇന്ത്യക്ക് പിണഞ്ഞില്ലല്ലോ എന്ന് നമ്മൾ വാസ്തവത്തിൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതാക്കളെയും പിന്തുടർന്നു വന്ന ഭരണകൂടങ്ങളെയും നമ്മൾ നമിക്കണം. കാരണം ജനാധിപത്യത്തിലാണ് നമ്മുടെ ഭരണം അധിഷ്ഠിതമായിരിക്കുന്നത് എന്ന ബോധത്തോടു കൂടി 5 വർഷം കൂടുമ്പോൾ മാറാനും ഒരു ഇലക്ഷൻ നടത്തി, ഇവിടെ ഡൊണാൾഡ് ട്രംപ് പോലെ ഞാൻ പോയില്ല എന്ന് പറഞ്ഞ് ഇവിടെ ക്യാപിറ്റോളിൽ കയറി പിന്നെ ആളുകളെ ഇറക്കിയ സംഭവമുണ്ട്. അമേരിക്കയിൽ പോലും ഇവിടെ ഏതായാലും ഇന്ത്യൻ ജനാധിപത്യത്തിന് അത്രയും ഒരു ഉൾക്കരുത്തുണ്ട്. ജനവിധി മാനിച്ചുകൊണ്ട് ഏറ്റവും ശക്തന്മാരും ശക്തകളുമായിട്ടുള്ള ഭരണാധികാരികൾ പോലും ജനവിധിയെ മാനിച്ച് തലകുനിച്ച് ഇറങ്ങിപ്പോയ ചരിത്രം കഴിഞ്ഞ 70 വർഷമായിട്ട് ഇന്ത്യയിലുണ്ട് എന്നുള്ളത് നമുക്ക് അഭിമാനാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ താരതമ്യം ചെയ്യേണ്ടത് ഈ ആഫ്രിക്കൻ രാജ്യങ്ങളോടും പല ഏഷ്യൻ രാജ്യങ്ങളോടുമാണ്. അവിടെയെല്ലാം ജനാധിപത്യത്തിൻ്റെ പേരിൽ, ജനങ്ങളുടെ പേരിൽ അധികാരം കൈയാളിയവർ പതുക്കെ ഏകാധിപതികളും പട്ടാള മേധാവികളും ഒക്കെയായി ഇപ്പോഴും യാതൊരു പ്രജകൾക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലാത്ത രീതിയിൽ അവിടെ ഏകാധിപത്യ ഭരണങ്ങൾ നടക്കുകയും ചെയ്യുന്നു എന്നുള്ള ചരിത്രത്തോട് നമ്മൾ പുറംതിരിഞ്ഞ് നിന്നുകൂടാ. ഇതാണ് ഈ ഭരിക്കപ്പെടുന്നവരും ഭരണകർത്താക്കളും തമ്മിൽ ലോക ചരിത്രം തന്നെ സാക്ഷ്യം വഹിച്ചിട്ടുള്ള ബന്ധത്തിൻ്റെ ഒരു ഓട്ടപ്രദക്ഷിണം. ഇത് തന്നെ നമുക്ക് ഒരുപാട് പറയാൻ സാധിക്കുന്ന കാര്യം. ഇപ്പോൾ ഫ്രഞ്ച് റവല്യൂഷൻ ആയാലും റഷ്യൻ റവല്യൂഷനൊക്കെ ആയാലും ശരി, അവിടുത്തെ സാർ രാജാക്കന്മാരൊക്കെ അവസാനം അങ്ങേയറ്റം ഡീജനറേറ്റ് ആയിട്ടുള്ള ഒരു ജീവിതം നയിച്ച കാലത്താണല്ലോ റഷ്യൻ റവല്യൂഷൻ ഉണ്ടാകുന്നത്. പിന്നെ റസ്പുട്ടിനെ പോലുള്ള ആളുകൾ രാജ്ഞിമാരിലൂടെ ഭരണം പിന്നിൽ നിന്ന് കൈയാളിക്കൊണ്ടിരുന്ന ഒരു കാലത്ത് ജനങ്ങൾ ഇറങ്ങി അവരുടെ ഇംഗിതം നിറവേറ്റിയ ഒരു ചരിത്രമാണ് റഷ്യൻ റവല്യൂഷൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. അത് പോകട്ടെ, നമ്മളതിലേക്ക് പോകുന്നില്ല. എന്നാൽ ഇവിടെ ലോകത്തിലെ വിപ്ലവങ്ങൾ മുഴുവൻ അങ്ങനെയാണ് ഉണ്ടായത്, സ്വാതന്ത്ര്യ സമരങ്ങൾ മുഴുവൻ അങ്ങനെയാണ് ഉണ്ടായത്. ഐഡിയൽ റിലേഷൻഷിപ്പ്, രാജാവും അല്ലെങ്കിൽ ഭരിക്കപ്പെടുന്നവനും ഭരണകർത്താവും തമ്മിലുള്ള നല്ല ബന്ധത്തെപ്പറ്റി കാളിദാസനും പറഞ്ഞിട്ടുണ്ട്, മഹാഭാരതം പറയുന്നുണ്ട്, കൗടില്യൻ പറയുന്നുണ്ട്,
ഇതിനകത്ത് കാളിദാസന്റെ ഒരു ഉപമ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഉപമയുണ്ടല്ലോ. എങ്ങനെ ഇരിക്കണം ഈ രാജാവ്, എങ്ങനെയാണ് ഈ സുഖഭോഗത്തിൽ കഴിയുന്നത്? രാജാവിന് സ്വന്തമായിട്ട് എവിടെ നിന്നാണ് കാശ്? ഈ ജനങ്ങളിൽ നിന്ന് പിരിക്കുന്ന നികുതി എത്ര, 8-1 6-1 മാത്രമേ അയാൾ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് കാളിദാസൻ പറയുന്നത്. രഘുവംശത്തിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് നികുതി പിരിക്കാം, രാജാവിന് നികുതി പിരിക്കണം. എന്തിന്? ആ രാജ്യത്തിന്റെ വെൽഫെയറിന് വേണ്ടി നികുതി പിരിക്കണം. എങ്ങനെയാണോ സൂര്യൻ ഈ ജലാംശം ഇങ്ങനെ ജലാശയങ്ങളിൽ നിന്നൊക്കെ സൂര്യരശ്മി ജലം ആഗിരണം ചെയ്ത് അവസാനം വരൾച്ച വരുമ്പോൾ ഇത് മഴയായി തിരിച്ചു കൊടുക്കുന്നത്, അതുപോലെ രാജാവ് നികുതി പിരിക്കുകയും ജനങ്ങൾക്ക് ക്ഷേമകരമായ പ്രവർത്തനങ്ങളായി ഈ പണം തിരിച്ച് ജനങ്ങളിലേക്ക് കൊടുക്കുകയും ചെയ്യുന്നതാണ് ഒരു മാതൃകാ രാജാവിൻ്റെ നികുതി ഭരണം എന്ന് പറയുന്നത് ഞാനല്ല, കാളിദാസനാണ്. മഹാഭാരതം ശാന്തി പർവ്വത്തിൽ ഒരു സൂചനയുണ്ട്. എങ്ങനെയാണ് രാജാവ് നികുതി പിരിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു മധുമക്ഷിക, എങ്ങനെയാണോ ഒരു തേനീച്ച അല്ലെങ്കിൽ പുഷ്പത്തിൽ നിന്ന് തേനെടുക്കുന്നത്. മുഴുവൻ തേനെടുക്കുന്നില്ല, കുറേശ്ശെ എടുക്കുകയാണ്. പുഷ്പത്തിന് ഒരു കോട്ടവും വരാതെ വളരെ സാവധാനം പറന്ന് വളരെ മൃദുലമായി അതിൻ്റെ ഇതളിലിരുന്ന് ആണ് ഈ തേനെടുക്കുന്നത്. പൂ പോലും അറിയുന്നില്ല. അങ്ങനെ ഒട്ടും വേദന ജനിപ്പിക്കാത്ത രീതിയിൽ, ഒട്ടും ഹർട്ട് ചെയ്യാത്ത രീതിയിൽ തേനെടുത്ത് ആണ് മധുമക്ഷിക. അങ്ങനെയാണ് ഒരു ഭരണകൂടം നികുതി പിരിക്കേണ്ടത്. ആ പിരിച്ച നികുതിയാകട്ടെ ജനക്ഷേമത്തിനായി ഏതാണ്ട് പൂർണ്ണമായി തന്നെ ഉപയോഗിക്കുകയും ചെയ്യുക. അതാണ് ഒരു മാതൃക ഭരണകൂടം എന്ന് കാളിദാസന്റെയും മഹാഭാരതത്തിൻ്റെയും കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യൻ മനസ്സിൽ ഒരു ചിത്രമുണ്ട്. ഒരു മാതൃകാ പ്രജാപതിയുടെ, ഒരു മാതൃകാ രാജാവിൻ്റെ, ഭരണാധികാരിയുടെ ഒരു ചിത്രമുണ്ട്. കേരളത്തിൻ്റെ മനസ്സിലുമുണ്ട് ഒരു മാതൃകാ രാജാവിൻ്റെ ചിത്രം. അത് സാങ്കല്പികമായിരിക്കാം. നമ്മൾ മാവേലി നാടിനെ പറ്റിയൊക്കെ പറയുന്നത് ഒരു ഐഡിയലാണ്. അവിടെ പറയുന്നുണ്ടല്ലോ, ആദികൾ വ്യാധികൾ ഒന്നുമില്ല. പബ്ലിക് ഹെൽത്ത് വാസ് വെരി ഗുഡ് എന്നാണ് എൻ്റെ ഇംഗ്ലീഷ്. പബ്ലിക് ഹെൽത്ത് വാസ് വെരി ഗുഡ്. ആദികൾ വ്യാധികൾ ഒന്നുമില്ല. ബാലമരണങ്ങൾ കേൾപ്പാനില്ല. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് വാസ് വെരി ലോ എന്ന് പുതിയ റിപ്പോർട്ട്, വേൾഡ് ബാങ്ക് റിപ്പോർട്ട് ഇപ്പോൾ എഴുതിയാൽ, മാവേലിയെ പറ്റി നാടിനെ പറ്റി എഴുതിയാൽ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് വാസ് വെരി ലോ. ഇല്ലേ, ബാലമരണങ്ങൾ കേൾപ്പാൻ. കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. കള്ളപ്പറ ഇപ്പോൾ ഇവിടെ നമ്മുടെ വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് ഡിപ്പാർട്ട്മെന്റ് വാസ് വെരി ഇഫക്റ്റീവ് എന്നല്ലേ എൻ്റെ അർത്ഥം. കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നും. പിന്നെ ആമോദത്തോടെ വസിക്കും കാലം എന്നാണ്. ഇതിപ്പോൾ ഭൂട്ടാനിലാണ് നമ്മൾ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ് കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്ന രാജ്യം ഭൂട്ടാനാണ്. പണമുണ്ടായിട്ട് കാര്യമില്ല, നാഷണൽ പ്രോഡക്റ്റ് ഉണ്ടായിട്ട് കാര്യമില്ല. ആർ ദ പീപ്പിൾ ഹാപ്പി? അതാണ് ഫൈനൽ ഇൻഡെക്സ്. മറ്റതെല്ലാം ഇറ്റ്സ് ഓൺലി മീൻസ് ടു ആൻ എൻഡ്. അപ്പോൾ അങ്ങനെ ഹാപ്പിനെസ്, ഇവിടെ മാവേലി നാട്ടിൽ എന്താണ്? ആമോദത്തോടെ വസിക്കും കാലം. ഹാപ്പിനെസ് ഇൻഡെക്സ് വാസ് വെരി ഹൈ എന്നല്ല എൻ്റെ അർത്ഥം. നമ്മൾ ഈ പാട്ടിൽ വരുമ്പോൾ, നാടൻ പാട്ടിൽ വരുമ്പോൾ നമ്മളങ്ങനെ പാടിപ്പോവാണ്, നീട്ടി അങ്ങ് പാടുകയാണ്. പക്ഷേ വാസ്തവത്തിൽ ഒരു വെൽഫെയർ സ്റ്റേറ്റിൻ്റെ, ഒരു ക്ഷേമ രാജ്യത്തിൻ്റെ ടെംപ്ലേറ്റ് ആണ് ഈ മാവേലി പാട്ടിൽ അടങ്ങിയിരിക്കുന്നത്. ടെംപ്ലേറ്റ് ഓഫ് എ വെൽഫെയർ സ്റ്റേറ്റ്. അപ്പോൾ ഈ വെൽഫെയർ സ്റ്റേറ്റ് സ്വപ്നം കണ്ട് ജീവിക്കുന്നവരാണ് മലയാളികളായിട്ടുള്ള എല്ലാവരും. നമ്മളറിയാതെ നമ്മുടെ ഉപബോധ മനസ്സിൽ പ്രതിഷ്ഠിതമായി പോയിട്ടുള്ള ഒരു സാങ്കല്പിക രാജ്യമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ 5 വർഷം കൂടുമ്പോൾ ഈ ഭരണകൂടത്തിനെ നമ്മൾ മാറ്റുന്ന ശീലം നമുക്ക് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, ഒരാൾ കയറുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതാ വന്നു നമ്മുടെ പുതിയ മാവേലി എന്ന് വിചാരിക്കും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇത് മാവേലിയല്ല, അപ്പോൾ മാറ്റിക്കളയാം. ഉടനെ അടുത്തൊരു പുതിയ ആൾ വരുന്നത്, പുതിയ വാഗ്ദാനം, എന്നാൽ ഇതായിരിക്കും മാവേലി എന്ന് പറഞ്ഞാൽ അങ്ങനെ മാവേലി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് മലയാളിയുടെ ഉപബോധ മനസ്സ്. ചിലപ്പോൾ മാത്രം നമ്മൾ ഒരു മാവേലി തന്നെ തുടരട്ടെ എന്നും വല്ലപ്പോഴും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വല്ലപ്പോഴേ പറയുള്ളൂ. പക്ഷെ സാധാരണഗതിയിൽ പറയില്ല. ബിക്കോസ് നമുക്ക് ഈ മാവേലി വരുമോ എന്നുള്ള വിചാരമാണ്. അത് ഈ 57 EMS മന്ത്രിസഭയെ പിരിച്ചുവിട്ടപ്പോൾ എന്താണത് ഇപ്പോഴും മലയാളിയുടെ മനസ്സിൽ നിന്ന് പോകാത്തത്? എത്രയോ പ്രാവശ്യം കേന്ദ്ര ഗവൺമെൻറ് ഏതെല്ലാം ഗവൺമെൻറ്റുകളെ പിരിച്ചുവിട്ടു, അവിടെയൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ മലയാളി എപ്പോൾ പ്രസംഗിച്ചാൽ 57 EMS മന്ത്രിസഭ പിരിച്ചുവിട്ടതിനെ പറ്റി പറയും. കാരണം എന്തെന്നറിയാമോ? കാരണം ഓണത്തിൻ്റെ ആ ഒരു പുരാവൃത്തത്തിൻ്റെ ഒരു ആവർത്തനം, ആ ആർക്കിടൈപ്പിൻ്റെ ഒരു ആവർത്തനം ഈ EMS മന്ത്രിസഭയെ പിരിച്ചുവിട്ടതിൽ നമ്മൾ കാണുന്നുണ്ട്. കാരണം ആദ്യത്തെ ഇലക്ഷനാണ്. സോഷ്യലിസ്റ്റ് ആശയങ്ങളും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുമായി ഇവിടെ ഒരു ക്ഷേമരാഷ്ട്രം കെട്ടിപ്പടുക്കാൻ വേണ്ടി, സാധാരണക്കാരൻ്റെ സൗകര്യങ്ങൾക്ക് വേണ്ടി, സുഖത്തിന് വേണ്ടി അവരുടെ ഒരു അധികാരം ഇതാ വന്നിരിക്കുന്നു, അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെ ഭരണകൂടം ഇതാ വന്നിരിക്കുന്നു എന്ന് നമ്മൾ വിചാരിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചു ഇത് മനുഷ്യരെല്ലാവരും ഒന്നുപോലെ വസിക്കുന്ന ഒരു ഭരണകൂടം ഇതാ ആസന്നമായിരിക്കുമെന്ന് വിചാരിച്ചിരിക്കെ അവർക്ക്
എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നതിന് മുമ്പ് തന്നെ വാമനൻ അവതരിച്ച് പാതാളത്തിലേക്ക് എങ്ങനെ മഹാബലിയെ ചവിട്ടി താഴ്ത്തിയോ അതേപോലെ ആ ഗവൺമെന്റിനെ ഡിസ്മിസ് ചെയ്തു എന്നുള്ളത് ഈ മാവേലി കഥയുമായി നമ്മൾ അറിയാതെ നമ്മുടെ ഉപബോധ മനസ്സിൽ എങ്ങനെയോ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അന്ന് തൊട്ട് ഇന്നോളം നമ്മൾ അന്വേഷിക്കുകയാണ്. ഒരു മാതൃക ഭരണാധികാരി വരുമെന്നും ഇവിടെ നീതി പുലരുമെന്നും. ഞാനിതൊക്കെ വിഷയത്തിലേക്ക് കടക്കുന്നതിൻ്റെ വഴിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പറഞ്ഞത്. നമുക്കിനി പതുക്കെ വിഷയത്തിലേക്ക് കടക്കണം. അപ്പോൾ കാളിദാസനും വ്യാസനും ഒക്കെ തന്നെ ഭരണകർത്താക്കളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. കേരളീയ മനസ്സിൽ ഒരാദർശ ഭരണകർത്താവ് ഇവിടെ നമ്മുടെ മനസ്സിൽ താമസിക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ത്യ സ്വതന്ത്രമാവുകയും 78 വർഷങ്ങൾക്ക് മുമ്പ് സ്വതന്ത്രമായി. 75 വർഷങ്ങൾക്ക് മുമ്പ് നമുക്കൊരു വളരെ വിപുലമായിട്ടുള്ള ഒരു ഭരണഘടന ഉണ്ടായി. ആ ഭരണഘടന ലോകത്തിലെ ഏറ്റവും വിപുലമായിട്ടുള്ളൊരു ഭരണഘടന. ആ ഭരണഘടനയിൽ പ്രത്യക്ഷമായി മഹാത്മാഗാന്ധിയെ പറ്റി പരാമർശിക്കുന്നില്ല, അതിൻ്റെ ആവശ്യവുമില്ല. പക്ഷേ നെഹ്റു 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി അന്നത്തെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയോട് നടത്തിയ ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി സ്പീച്ചിൽ ലോങ് ഇയേഴ്സ് എഗോ വി മേഡ് എ ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്നാരംഭിക്കുന്ന വളരെ മധുരോദാരമായിട്ടുള്ള പ്രഭാഷണത്തിൽ ഇപ്പോൾ സ്വാതന്ത്ര്യത്തിലേക്ക് ഉണർന്ന ഈ രാജ്യത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളെപ്പറ്റി അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമുക്കൊരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അവസാനം അത് പറഞ്ഞു തീർക്കുമ്പോൾ പറയുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, ഈ നൂറ്റാണ്ടുകളുടെ ഏറ്റവും മഹാനായ ഒരു മനുഷ്യൻ്റെ സ്വപ്നങ്ങളുണ്ട്. ഗാന്ധിജിയെ പറ്റിയാണ് പറയുന്നത്. ആ സ്വപ്നങ്ങൾ നിറവേറ്റുന്നത് വരെ നമുക്ക് വിശ്രമമില്ല. ലാസ്റ്റായിട്ട് പറയുന്നത് വി ഷാൽ നോട്ട് റെസ്റ്റ് ടിൽ വി വൈപ്പ് എവറി ടിയർ ഫ്രം എവറി ഐ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു വരിയ. ഓരോ കണ്ണിൽ നിന്നും ഓരോ കണ്ണുനീർത്തുള്ളിയും തുടച്ചു മാറ്റുന്നത് വരെ നമുക്ക് വിശ്രമമില്ല എന്ന് പറയുന്ന ഒരു സാമൂഹ്യ ബോധം ആ ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി സ്പീച്ചിൽ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ള മറ്റൊരു കാര്യം. പക്ഷേ ഒരു ഭരണകർത്താവിൻ്റെ ഒരു ദർശനത്തിൽ, ഒരു കാഴ്ചപ്പാടിൽ വി ഷാൽ നോട്ട് റെസ്റ്റ് ടിൽ വി വൈപ്പ് എവറി ടിയർ ഫ്രം എവറി ഐ. അതാണ് ഭരണകൂടത്തിൻ്റെ ധർമ്മം, അതാണ് ഭരണകൂടത്തിൻ്റെ നീതി എന്ന് മനസ്സിലാക്കാനെങ്കിലും സാധിച്ച ഒരു ഭരണകർത്താവിൻ്റെ ദ പോയട്രി ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആ വാക്കുകളിൽ ഞാൻ കാണുകയാണ്. കാവ്യാത്മകമായിട്ടുള്ള ഒരു ചരിത്രബോധത്തോടു കൂടി അതിനാണ് എൻ്റെ സ്വാതന്ത്ര്യം ഉപയോഗിക്കേണ്ടത് എന്ന് രാജ്യത്തെ ഓർമ്മപ്പെടുത്തിയ ഒരു ഭരണകൂടത്തിൻ്റെ തുടക്കം 1947 നമ്മൾ കാണുകയുണ്ടായി. അവിടെ നിന്ന് പിന്നെ ഭരണം ആരംഭിച്ചു. ഇപ്പോൾ 78 വർഷമായി നമുക്ക് ഭരണഘടനയുണ്ടായി. ആ ഭരണഘടന ഉണ്ടായത് 1950. ഈ മഹാത്മാഗാന്ധിയുടെ അന്ത്യോദയം എന്ന് പറയുന്ന സ്വപ്നങ്ങൾ, അന്ത്യോദയം എന്ന് പറഞ്ഞാൽ ഏറ്റവും അന്ത്യമായിട്ട് ഏറ്റവും ഒടുവിൽ, ക്യൂവിൻ്റെ ഏറ്റവും ഒടുവിൽ നിൽക്കുന്നവന് പോലും നീതി കിട്ടുന്നത് വരെ നമുക്ക് വിശ്രമമില്ല എന്ന് പറയുന്നതല്ലേ അന്ത്യോദയം. അന്ത്യമായിട്ട് നിൽക്കുന്നവൻ്റെ ഉദയം, അതുവരെ നമുക്ക് പരിശ്രമിക്കണം. ഏറ്റവും അണ്ടു ദിസ് ലാസ്റ്റ് എന്നുള്ളതിൽ നിന്നാണ് ഈ അന്ത്യോദയം എന്നുള്ള സങ്കല്പം വന്നിരിക്കുന്നത്. റസ്കിൻ ബോണ്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അണ്ടു ദിസ് ലാസ്റ്റ്. അപ്പോൾ ആ ആദർശങ്ങളും അന്നത്തെ ധിഷണാശാലികളായി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്ന അനവധി ധിഷണാശാലികളായിട്ടുള്ള ആളുകളും ചേർന്ന് ഉണ്ടാക്കിയ ഭരണഘടന. ആ ഭരണഘടന ഏറ്റവും സുതാര്യമായ രീതിയിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു ഭരണഘടന. ഇന്ത്യ എന്ന് പറയുന്നത് അന്നൊരു ഏകകമായിരുന്നില്ല എന്ന് നമ്മൾ ആലോചിക്കണം. മൾട്ടിപ്പിൾ ഇൻട്രസ്റ്റ്, വ്യത്യസ്തമായിട്ടുള്ള താല്പര്യങ്ങൾ. ബ്രിട്ടീഷുകാർ പോകണം എന്നുള്ള കാര്യത്തിൽ ഒരു പക്ഷേ നമ്മൾ യോജിച്ചു എങ്കിൽ പോലും അവിടെ പോലും വേണ്ടത്ര യോജിപ്പുണ്ടായിരുന്നു എന്നുള്ളത് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് അത്ര ഉറപ്പ് പോരാ. എങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് ബ്രിട്ടീഷുകാർ പോകണം, നമ്മളൊരു സ്വതന്ത്ര രാജ്യമാവണം. അപ്പോൾ എങ്ങനെയുള്ള ഭരണകൂടമായിരിക്കണം എന്നുള്ളതിനെ പറ്റിയുള്ള ചർച്ചയാണ് വാസ്തവത്തിൽ ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ നടക്കുന്നത്. അവിടെ യാഥാസ്ഥികന്മാരുണ്ട്, പുരോഗമനവാദികളുണ്ട്, സോഷ്യലിസ്റ്റുകളുണ്ട്, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്മാരുണ്ട്, അങ്ങേയറ്റം ഫ്യൂഡൽ ആയിട്ട് ചിന്തിക്കുന്ന ആളുകളുണ്ട്, പാരമ്പര്യവാദികളുണ്ട്, ആധുനികവാദികളുണ്ട്, ഇതെല്ലാം ഉണ്ട് കേട്ടോ. നമ്മൾ ഈ ജവഹർലാൽ നെഹ്റുവിനെയൊക്കെ ഇങ്ങനെ തള്ളിപ്പറയുന്നവർ ആലോചിക്കേണ്ടത് ഈ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഒരു ഭരണകൂടത്തിലാണ് നെഹ്റു തന്നെ സ്വയം പ്രതിഷ്ഠിച്ചുകൊണ്ട് ഈ വാഹനത്തെ മുമ്പോട്ട് കൊണ്ടുപോയത് എന്ന് ആലോചിക്കുമ്പോൾ അന്നത്തെ ചലഞ്ച് ഒട്ടും ചെറുതായിരുന്നില്ല. ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ ചർച്ചകൾ വരെ നമ്മൾ ചിലതൊക്കെ വായിച്ചാൽ അൺടച്ചബിലിറ്റിയെ പോലും ഇല്ലാതാക്കുന്നതിനെതിരെ സംസാരിച്ചവർ പോലും ഉണ്ട് കേട്ടോ. അതൊക്കെ ഭാരതീയമായിട്ടുള്ള ചാതുർവർണ്ണത്തിൽപ്പെട്ടതാണെന്ന് പറയുന്ന പിന്നെ ഒരുപാട് പേര് ആ അസംബ്ലിയിൽ തന്നെയാണ്. പക്ഷേ ഇതെല്ലാം ഡോക്ടർ അംബേദ്കറുടെ ഒരു ധിഷണാപരമായിട്ടുള്ള ദാർശനികമായിട്ടുള്ള കാഴ്ചപ്പാടോടുകൂടി, സാമൂഹ്യമായ ഒരു കാഴ്ചപ്പാടോടുകൂടി ഇതിനെ മുഴുവൻ സംയോജിപ്പിച്ചുകൊണ്ട് അങ്ങേയറ്റം നീതിയുക്തമായിട്ടുള്ളൊരു ഭരണഘടന, അങ്ങേയറ്റം വൈവിധ്യാത്മകമായിട്ടുള്ള ഭാരതത്തിന് നിലനിൽക്കത്തക്ക രീതിയിൽ എത്തേണ്ടത് എവിടെ എന്നുള്ള ദിശാബോധത്തോടു കൂടി മുമ്പോട്ട് പോകുവാൻ സാധിക്കുന്ന ഒരു ഭരണഘടന നമുക്ക് കിട്ടി. ആ ഭരണഘടനയിൽ സാമൂഹ്യ നീതി അഥവാ നീതി അതിൻ്റെ ഹൃദയമിടിപ്പാണ്. പ്രിയമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇപ്പോൾ എല്ലാവരും
ചുവപ്പ് പുസ്തകം കൊണ്ടാണല്ലോ നടക്കുന്നത് പ്രസംഗിക്കാൻ. അപ്പോൾ ഈ ഈ പ്രിയാമ്പിൾ ഓഫ് ദ, നിങ്ങൾ മുഴുവനൊന്നും വായിക്കണ്ട, പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനിൽ 4 പ്രിൻസിപ്പിൾസ് പറയുന്നുണ്ട്. പ്രിയാമ്പിൾ എന്താണ്? ജസ്റ്റിസ്, ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രറ്റേണിറ്റി. ആദ്യ ജസ്റ്റിസ്, ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രറ്റേണിറ്റി. ഈ 4 പ്രിൻസിപ്പിളിലാണ് ഇന്ത്യൻ ഭരണഘടന അധിഷ്ഠിതമായിരിക്കുന്നത്. എന്നാൽ ഇനി ഇതിനകത്ത് ജസ്റ്റിസാണ് ആദ്യം പറയുന്നത്. നമുക്ക് നീതിയാണല്ലോ ഇവിടുത്തെ വിഷയം. ആ ജസ്റ്റിസ് വെറുതെ ജസ്റ്റിസ് എന്നങ്ങ് ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു പോവുകയല്ല. നമ്മൾ ഈ പ്രസംഗത്തിലൊക്കെ പറയുന്ന ഒഴുക്കൻ മട്ടിൽ അടിച്ചു പോവുകയല്ല. ജസ്റ്റിസ് 3 തരം ജസ്റ്റിസിനെ പറയും. ജസ്റ്റിസ് ഇക്കണോമിക്, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ. സാമ്പത്തികവും സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള നീതി ഈ ഇന്ത്യയിലെ ജനങ്ങൾക്ക് നേടിക്കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഭരണഘടന നമ്മൾ തന്നെ സ്വീകരിച്ച് നടപ്പിലാക്കുന്നത് എന്നാണ് ഈ പ്രിയാമ്പിൾ പറയുന്നത്. അൺടു അവർസെൽസ്, നമ്മൾ തന്നെ അംഗീകരിച്ച് നമുക്ക് വേണ്ടി ഇതാ നടപ്പിലാക്കുന്ന ഭരണഘടനയിലെ 4 പില്ലറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജസ്റ്റിസ്, 3 തരം ജസ്റ്റിസ് ഇക്കണോമിക്, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ. ഇരിക്കുന്ന സോഷ്യലാണ് ആദ്യം. അതെ, സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ. സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി ഈ രാജ്യത്തിലെ സകല ജനങ്ങൾക്കും നേടിക്കൊടുക്കാനുള്ള ഉപകരണമാണ് ഈ ഭരണഘടന എന്ന് വളരെ വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ ഭരണഘടന ആരംഭിക്കുന്നത്. നമ്മൾ ആലോചിക്കേണ്ട ഏക വിഷയം, ഞാൻ എന്താണ് ഇവിടെ പറയാൻ പോകുന്നത്, എൻ്റെ വിഷയം എന്താണെന്നൊക്കെ അദ്ദേഹം ആശങ്കപ്പെട്ടില്ല. വേറെ ഒന്നുമല്ല, ഈ 78 വർഷത്തിനുള്ളിൽ ജസ്റ്റിസ്, സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ എന്നുള്ള ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ എത്ര അകലെയാണ്, അടുത്താണ് എന്ന് ആത്മപരിശോധന ചെയ്യാനുള്ള ഒരവസരം ഒരിക്കൽ മാത്രമേ എനിക്ക് അടുത്ത ഒരു 10-30 മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ അതാണ് ഭരണഘടനയുടെ പശ്ചാത്തലം. അങ്ങനെ ഗവൺമെൻറ് വരുന്നു, ഇലക്ഷൻ നടക്കുന്നു, ഗവൺമെൻറ്റുകൾ വരുന്നു, കേന്ദ്രത്തിലെ ഗവൺമെൻറ്റുകൾ മാറി വരുന്നു, പിന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇലക്ഷൻ നടത്തി ഗവൺമെൻറ്റുകൾ വരുന്നു, നികുതികൾ പിരിക്കുന്നു, പലതരത്തിലുള്ള നികുതി കേന്ദ്ര ഗവൺമെൻറ് പിരിക്കുന്നു. ഇപ്പോഴാണല്ലോ GST വന്നത്, അതിന് മുമ്പ് പലതരത്തിലുള്ള നികുതികൾ എല്ലാവരും കൂടെ പിരിക്കുന്നു. ഈ എന്താണ് കാളിദാസൻ പറയും പോലെ, പിന്നെ സൂര്യൻ വെള്ളമെടുക്കുന്നത് പോലെയോ അല്ലെങ്കിൽ പൂമ്പാറ്റ അല്ലെങ്കിൽ തേനീച്ച തേനെടുക്കുന്നത് പോലെയോ അല്ല, ചിലപ്പോൾ അട്ട കടിക്കുന്നത് പോലെയും നികുതി പിരിച്ചുകൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ. അട്ട കടിച്ചാൽ നമ്മൾ അറിയും. അങ്ങനെ നികുതി എടുത്തുകൊണ്ട് പോകുന്നുണ്ട്, പോട്ടെ. ഇതിനെ വെട്ടിക്കുന്നുണ്ട്. അട്ട കടി ഏൽക്കാതിരിക്കാൻ സമർത്ഥമായിട്ട് ചുണ്ണാമ്പ് വെട്ടിക്കൊണ്ട് നടക്കണവന്മാരും ഉണ്ട്, ഇല്ലേ? നികുതി വെട്ടിക്കുന്നവരുണ്ട്, കള്ളപ്പണം നടത്തുന്നവരുണ്ട്, ഒരിക്കലും നികുതി കൊടുത്തിട്ടേ ഇല്ലാതെ കോടീശ്വരന്മാരവരുണ്ട്. അത് പോട്ടെ. അപ്പോൾ നികുതി പിരിവിലൂടെ, ഈ നികുതി പിരിവ് എന്ന് പറയുന്നത് എന്താണ്? ഈ നികുതി പിരിച്ചേ സാധിക്കൂ. ഞാൻ ഈ നികുതിയെ പറ്റി പറയുന്നത് എന്താണ്? നിർധനമായ ഒരു ഗവൺമെന്റിനെ കൊണ്ടൊരു പ്രയോജനവുമില്ല. ആളുകൾക്ക് തിരിച്ച് സേവനമായിട്ട് കൊടുക്കണമെങ്കിൽ, ജസ്റ്റിസ്, സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ എന്നുള്ളത് നേടിയെടുക്കണമെങ്കിൽ അതിന് നയപരിപാടികൾ ഉണ്ടാവണം, അതിന് പദ്ധതികൾ ഉണ്ടാവണം, ഒരുപാട് നയവും പരിപാടികളും ഉണ്ടാവണം. നയം മാത്രം ഉണ്ടായാൽ പോരാ, അതനുസരിച്ച് പരിപാടികളും പദ്ധതികളും പലതരത്തിലുള്ള പദ്ധതികളിലൂടെ ഈ നീതി നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിവിധ ജനവിഭാഗങ്ങളിലേക്ക് സാമൂഹ്യ നീതിയും സാമ്പത്തിക നീതിയും അധികാരത്തിൻ്റെ നീതി, രാഷ്ട്രീയ നീതി എന്ന് പറഞ്ഞാൽ അതാണല്ലോ, എംപവർമെൻ്റ് ആണ്, പൊളിറ്റിക്കൽ എംപവർമെൻ്റ് ആണ്. അതെല്ലാം എത്തിച്ചു കൊടുക്കാനായിട്ട് വ്യത്യസ്തമായിട്ടുള്ള പരിപാടികൾ ഗവൺമെൻറ്റുകളുടെ പല വകുപ്പുകളിലൂടെ, കാർഷിക വികസനത്തിന് കൃഷി വകുപ്പ്, വ്യവസായ വകുപ്പ് വികസനത്തിന് വ്യവസായ വകുപ്പ്, സാമൂഹ്യ നീതിക്ക് വേണ്ടി സാമൂഹ്യ നീതി വകുപ്പ്, പിന്നെ പണം പിരിക്കാനായിട്ട് നികുതി വകുപ്പ് തുടങ്ങിയ അനേകം വകുപ്പുകളിലൂടെ കടൽ പോലെ കിടക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വകുപ്പുകളിലൂടെയും 100 വകുപ്പുകളുള്ള കേരള ഗവൺമെൻറ് പോലുള്ള പല വകുപ്പുകളിലൂടെ ഈ പല പരിപാടികൾ ഗവൺമെൻറ്റുകൾ ആവിഷ്കരിക്കുകയാണ്. ആ ഗവൺമെൻറ്റുകൾ അങ്ങനെ ആവിഷ്കരിക്കുന്നതിന് മുന്നോടിയായിട്ട് എന്താണ്? രാഷ്ട്രീയ പാർട്ടികൾ ഇലക്ഷന് വേണ്ടി നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അവരൊരു മാനിഫെസ്റ്റോ നമുക്ക് തരുന്നുണ്ടല്ലോ. ദാറ്റ് ഇസ് എ പൊളിറ്റിക്കൽ മാനിഫെസ്റ്റോ. അതിനെന്താണ് പറയുന്നത്? നമ്മളാരും വായിച്ചു നോക്കാറില്ല. കാരണം ഇതും ഭരണമായിട്ടൊരു ബന്ധമില്ലല്ലോ എന്നുള്ളതുകൊണ്ട് നമ്മളാരും വായിച്ചു നോക്കാറില്ല. എന്നാലും വായിച്ചിട്ടുള്ള നമുക്ക് ചിലർക്കെങ്കിലും അറിയാം. ഒരു പൊളിറ്റിക്കൽ പാർട്ടി ചില കാര്യങ്ങൾ മുമ്പോട്ട് വയ്ക്കുക, ഞങ്ങളുടെ ധാരണയിൽ, ഞങ്ങളുടെ പെർസെപ്ഷനിൽ ഇതൊക്കെയാണ് അടുത്ത 5 വർഷം കൊണ്ട് നമ്മൾ ചെയ്തെടുക്കേണ്ട കാര്യങ്ങൾ. എന്തിന്? ടു അച്ചീവ് ജസ്റ്റിസ്, സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ. ഈ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഇന്ന പദ്ധതികളും പരിപാടികളും ഒക്കെ ഞങ്ങൾ നടപ്പിലാക്കും എന്നാണ് നമ്മളോട് പറയുന്നത്. ദാറ്റ് ഈസ് എ പൊളിറ്റിക്കൽ റെസൊല്യൂഷൻ. അതൊരു ഒരു രാഷ്ട്രീയമായിട്ടുള്ളൊരു നിലപാടാണ്. അവരധികാരത്തിൽ വരുന്നു. അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ 3 തരത്തിലാണല്ലോ ഈ ആശയങ്ങളെ പ്രവർത്തനങ്ങളായി പരിഭാഷപ്പെടുത്തുന്നത്. അതിന് ഗവൺമെൻറ്റിന് ഒരുപാട് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് ഇതിന് വേണ്ട നീതി
നീതി അല്ല, ഇതിനു വേണ്ട നിയമനിർമ്മാണമാണ്. അപ്പോൾ നമ്മുടെ ലെജിസ്ലേച്ചറിന്റെ ജോലി എന്താണ്? ഈ രാഷ്ട്രീയ ദർശനത്തിനനുസരിച്ച് നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള പരമാധികാരമാണ് ഈ നിയമസഭകൾക്കും പാർലമെന്റിനും ഉള്ളത്. ഇപ്പോൾ അൺടച്ചബിലിറ്റി ഒഴിവാക്കണം, ഇവിടെ തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരും എന്നുള്ളത് നിയമരഹിതമായി പ്രഖ്യാപിക്കണമെങ്കിൽ ഒരു നിയമം ഉണ്ടാകും. ഷെഡ്യൂൾ കാസ്റ്റ് ആളുകൾക്കെതിരെ തെറ്റായിട്ടുള്ള പ്രവർത്തനങ്ങൾ എടുക്കുകയോ അവരെ ഒറ്റപ്പെടുത്തുകയോ അവരെ അവഹേളിക്കുകയോ ചെയ്യുന്നത് തടയണമെങ്കിൽ ഒരു നിയമമുണ്ടാകണം. സ്ത്രീകൾക്ക് ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ സുരക്ഷിതത്വം വേണമെങ്കിൽ പോഷ് ആക്ട് നിലവിൽ വരണമില്ലേ? പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഒഫൻസസ് ഇൻ വർക്ക് പ്ലേസ് വേണ്ടേ? അപ്പോൾ അങ്ങനെ അതെന്താണ്? ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്താണോ ഈ നീതി നടപ്പിലാക്കേണ്ടത്, ആ നീതിക്ക് വേണ്ട നിയമപരമായ പരിരക്ഷ എന്തൊക്കെ വേണം എന്ന് തീരുമാനിച്ച് നിയമങ്ങൾ ഉണ്ടാക്കും. ഇനി സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് മാത്രമേ നീതി പുലർത്താൻ സാധിക്കുമെങ്കിൽ അവശ്യ വിഭാഗങ്ങൾക്ക്, അവശത അനുഭവിക്കുന്നവർക്ക്, ദുർബലർക്ക്, അല്ലെങ്കിൽ പ്രത്യേക പ്രദേശത്തിന്, അല്ലെങ്കിൽ പ്രത്യേക ക്രോപ്പിന്, പ്രത്യേക കാര്യങ്ങൾക്ക്, വ്യവസായത്തിനും ഒക്കെ തന്നെ സാമ്പത്തികമായ ആനുകൂല്യങ്ങളും മറ്റ് ആനുകൂല്യങ്ങളും കൊടുക്കാൻ വേണ്ടി അനേകം പരിപാടികൾ ഓരോ വകുപ്പും മുന്നോട്ട് വയ്ക്കുന്നു. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നികുതി പിരിച്ചിട്ട് ഓരോ വകുപ്പുകൾക്ക് ബജറ്റിൽ പൈസ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒന്ന് അതിൻ്റെ പൊളിറ്റിക്കൽ ആംഗിൾ, രണ്ട് അതിൻ്റെ ലെജിസ്ലേറ്റീവ് ആംഗിൾ, ഒരു കാര്യം നേടിയെടുക്കുന്നതിനുള്ള ലെജിസ്ലേറ്റീവ് സപ്പോർട്ട്. കാരണം നിയമപരമായ പരിരക്ഷ ഇല്ല എങ്കിൽ പല കാര്യങ്ങളും അത് ചോദ്യം ചെയ്യപ്പെടുന്നുള്ളതിൻ്റെ നിയമപരിരക്ഷ. അത് നടപ്പിലാക്കുമ്പോൾ ഞങ്ങളെപ്പോൾ അഡ്മിനിസ്ട്രേറ്റേഴ്സിൻ്റെ ജോലി, എക്സിക്യൂട്ടീവിൻ്റെ ജോലി എന്ന് പറയുന്നത് എന്താണോ ഈ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് തീരുമാനിച്ചിരിക്കുന്നത്, എന്താണോ നിയമസഭ ഇച്ഛിക്കുന്നത്, അത് നടപ്പിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊഫഷണൽ സംവിധാനമാണ് ഈ ബ്യൂറോക്രസി എന്ന് നമ്മൾ പറയുന്നത്. വി ആർ പ്രൊഫഷണൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. ഈ പരിപാടി നടപ്പിലാക്കി കൊടുക്കണം, ഇതിനെ പരിഭാഷപ്പെടുത്തി കൊടുക്കണം. അതാണ് ഞങ്ങളുടെ ജോലി. അത് പ്രായോഗികമാക്കി കൊടുക്കണം. അതിനാണ് ഞങ്ങൾക്ക് പരിശീലനം തരുന്നത് എല്ലാവർക്കും. അതിനാണ് നമ്മൾ കൃത്യമായ ആളുകളെ PSC വഴി റിക്രൂട്ട് ചെയ്യുന്നത്, അവരിലൂടെ നടപ്പിലാക്കും. അങ്ങനെ നടപ്പിലാക്കുമ്പോൾ നമ്മുടെ ഈ നീതിയും അല്ലെങ്കിൽ ഈ പരിപാടികളും ഏതെങ്കിലുമൊക്കെ മറ്റ് ന്യായമായിട്ടുള്ള ആവശ്യങ്ങളെ ഹനിക്കുന്നുണ്ടോ, ഭരണഘടനാപരമായിട്ട് ജനങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മറ്റേതെങ്കിലും അവകാശത്തെ കവർന്നെടുക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ജുഡീഷ്യറിയുടെ ധർമ്മം. ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അത് വേറെ ഏതെങ്കിലും തരത്തിൽ നിയമരഹിതമാണോ എന്ന് പരിശോധിക്കലാണ് ജുഡീഷ്യറിയുടെ ധർമ്മം. അങ്ങനെ ഈ ജുഡീഷ്യറിയും ഈ ലെജിസ്ലേച്ചറും ഈ എക്സിക്യൂട്ടീവും കൂടെ ചേർന്ന് ജനങ്ങളുടെ മുമ്പാകെ വയ്ക്കുന്ന ആശയങ്ങളെ പ്രോഗ്രാമായി നിയമപരിരക്ഷയോടുകൂടി നടപ്പിലാക്കുന്നു. ഇതാണ് സിദ്ധാന്തം. ഇങ്ങനെയാണ് വികസന പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. നമ്മൾ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതും പരിശീലനം കൊടുക്കുന്നതൊക്കെ എന്തിനാണ്? ഞങ്ങൾ IAS എന്തിനാണ് തിരഞ്ഞെടുത്ത് ഇത്രയും വലിയ പരിശീലനമൊക്കെ തരുന്നത്? വി ആർ പ്രൊഫഷണൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. ഈ കാര്യങ്ങൾ നടപ്പിലാക്കി എടുക്കണം. അല്ലാതെ ഇവിടെ നമ്മൾ ഫേസ്ബുക്കിൽ ഓരോന്ന് കുറിക്കാനൊന്നും അല്ല ഞങ്ങൾക്ക് ശമ്പളം തരുന്നത് കേട്ടോ. നമ്മൾ ഒരു ജോലി ചെയ്യാനാണ്. യു ഹാവ് എ സ്കീം, യു ഹാവ് എ പ്രോജക്റ്റ്, നിങ്ങൾ ഇന്ന വകുപ്പിൻ്റെ സെക്രട്ടറിയാണ്, ഡു ഇറ്റ് പ്രോപ്പർലി. അതിനാണ് ഞങ്ങൾക്ക് പരിശീലനം. പോട്ടെ. അപ്പോൾ അങ്ങനെയാണ് ഈ 4 ജുഡീഷ്യൽ റിവ്യൂയിലൂടെ, ആക്ഷനിലൂടെ, ബ്യൂറോക്രാറ്റിക് ആക്ഷനിലൂടെ, ലെജിസ്ലേറ്റീവ് ആക്ഷനിലൂടെ, പൊളിറ്റിക്കൽ ആക്ഷനിലൂടെ എല്ലാം തന്നെ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്താണ്? ദുർബല വിഭാഗങ്ങളെ ശാക്തീകരിക്കുക, അവശത അനുഭവിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുക, വികസനമില്ലാത്ത മേഖലകളിൽ വികസനം കൊണ്ടുവരിക, രാജ്യത്തിന് വരുമാനമുണ്ടാക്കാനും തൊഴിൽ കൊടുക്കാനുമുള്ള പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുക, കാർഷിക മേഖലയ്ക്ക് ദൗർബല്യങ്ങളുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കുക. അങ്ങനെ ഭരണത്തിൻ്റെ സങ്കീർണമായ മേഖലകളിൽ ഇടപെട്ടുകൊണ്ട് ഒരു വെൽഫെയർ സ്റ്റേറ്റ്, ക്ഷേമരാജ്യം, അതാണ് ഈ ഭരണഘടനയിലൂടെയൊക്കെ വരുന്നതാണ് ഒരു ക്ഷേമരാജ്യം. എങ്ങനെ ആളുകൾക്ക് ആളുകളുടെ വെൽഫെയർ എങ്ങനെ ഉറപ്പിക്കാം എന്ന് ചിന്തിച്ചുകൊണ്ടാണ് പരിപാടികളെല്ലാം. ഇതിന് നല്ല ഉദാഹരണങ്ങൾ നമുക്കുണ്ട്. എല്ലാം പരാജയപ്പെട്ടതൊന്നുമല്ല. ഉദാഹരണത്തിന് ഇന്നും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പിലാകാത്തത് നമ്മൾ പണ്ട് തന്നെ നടപ്പിലാക്കിയതുമായ ഭൂപരിഷ്കരണം. 15 ഏക്കറിൽ കൂടുതൽ ഒരു വ്യക്തി കൈവശം വയ്ക്കേണ്ട കാര്യമില്ല. 15 ഏക്കർ എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട സ്ഥലമല്ല, അത് മതി. ഇവിടെ 50 ഏക്കർ, 500 ഏക്കറും 600 ഏക്കറും ഒക്കെ വെച്ചുകൊണ്ടിരുന്ന സമയത്താണിത്. ഇന്നും ബീഹാറിലും UP-യിലും ആയിരക്കണക്കിന് ഏക്കറുകളുള്ള ഉടമസ്ഥരുണ്ട്. ആ എൻ്റയർ വില്ലേജ് അവരുടെ കയ്യിലാണ് ഇപ്പോഴും. അവിടെ ഇപ്പോഴും ജാതി വ്യവസ്ഥ മാറാത്തതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ ഈ ജന്മി, അവിടുത്തെ വെറും ജന്മിയല്ല, ആ എൻ്റയർ വില്ലേജിൻ്റെ അധിപനാണ്. 5000 ഏക്കർ ഭൂമിയല്ലേ. ഈ ഭൂമിയിൽ കൃഷി ചെയ്യാൻ സഹായിച്ചെങ്കിലല്ലേ തൊഴിലാളികൾക്ക് ജീവിക്കാൻ സാധിക്കും. അപ്പോൾ അയാൾ തന്നെ പൈസ കടം കൊടുക്കുന്നു. ഒരിക്കലും കടബാധ്യത തീരുന്നില്ല. അയാൾക്കോ അയാളുടെ സന്തതി പരമ്പരകൾക്കോ കടബാധ്യത തീരുന്നില്ല. ഇതിൻ്റെയൊക്കെ കാരണം എന്താണ്? ഇയാളുടെ 1000 ഏക്കർ ഭൂമിയാണ്. അപ്പോൾ ഇവിടെ 1957 തന്നെ നമ്മൾ വളരെ കൃത്യമായി ഈ ഭൂമി ഇത്രയും ആവശ്യമില്ല, ഇവിടെ ഒരു തുണ്ട് ഭൂമി ഇല്ലാത്തവരുണ്ട്, അവർക്ക് കൊടുക്കാനാണ് ഞങ്ങൾക്ക് മിച്ചഭൂമി ആവശ്യം എന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് പോയതിനകത്ത് ഉള്ളൊരു സാമൂഹ്യ നീതിയുണ്ട്. അതിന് പ്രായോഗികമായിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ ആ സാമൂഹ്യ നീതി നമുക്ക് കാണാതിരുന്നുകൂടാ.
വളരെ ഭംഗിയായി അത് നിറവേറ്റിയ ഒരു സംസ്ഥാനമാണ് നമ്മൾ. ഞാൻ ചില ഉദാഹരണങ്ങൾ, നല്ല ഉദാഹരണങ്ങൾ പറയുകയാണ്. അതുപോലെ തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ ദുർബല വിഭാഗങ്ങളെ സംരക്ഷിക്കാനുള്ള നിയമങ്ങൾ, സ്ത്രീകളെ സംരക്ഷിക്കാനുള്ള നിയമങ്ങൾ, പ്രത്യേക പ്രദേശങ്ങൾ വികസിക്കാനുള്ള നിയമങ്ങൾ, അങ്ങനെ ഒരുപാട് നിയമങ്ങൾ നമുക്കുണ്ട്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഒരുപാട് നിയമങ്ങളിലൂടെ, പരിപാടികളിലൂടെ ഈ സംസ്ഥാനത്ത് തന്നെ, ഉദാഹരണത്തിന് 1,00,000 വീട് എന്നൊരു പദ്ധതി നമ്മൾ ഉണ്ടാക്കി. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കാൻ ഞങ്ങളൊക്കെ ഭൂമി കൊടുത്തതാണ്. 1,00,000 വീട് എനിക്ക് പറക്കില്ല. ഇപ്പം നമ്മുടെ ലൈഫിൽ നടപ്പിലാക്കുന്ന പദ്ധതി, ഇതൊക്കെ തന്നെ ഒരു സാമൂഹ്യ പ്രതിബദ്ധത ഇതിനകത്തൊക്കെ ഉണ്ട്. ഏറ്റവും അതിദരിദ്രരായിട്ടുള്ള ആളുകളെ കണ്ടെത്താൻ ഈ ഗവൺമെൻറ് ഇപ്പോൾ ഒരു പദ്ധതി ആവിഷ്കരിച്ചില്ല. 63,000-70,000 കുടുംബങ്ങളെ കണ്ടെത്തി. അതിദരിദ്രരെന്ന് പറഞ്ഞാൽ അവർക്ക് റേഷൻ കാർഡും ഇല്ല, ഒന്നുമില്ല, ആധാറും ഇല്ല, ഒന്നുമില്ല. അവരിങ്ങനെ അങ്ങ് മാർജിനലൈസ്ഡ് അല്ല, ഔട്ട് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്താൻ ശ്രമം നടത്തിയില്ലേ. നമുക്ക് രാഷ്ട്രീയമായി പലരെയും വിമർശിക്കാൻ സാധിക്കും. ഇപ്പോൾ ചൂരൽമലയിൽ ടൗൺഷിപ്പ് ഉണ്ടാക്കുന്നു, അതൊന്നും ശരിയല്ല എന്ന് പത്രങ്ങൾക്ക് എഴുതാൻ സാധിക്കും. പക്ഷേ അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് വിചാരിക്കുന്നതിൻ്റെ നീതിബോധത്തെ നമുക്ക് കണ്ടില്ല എന്ന് വിചാരിച്ചു. പിന്നെ ഒരു തീരുമാനവും പെർഫെക്റ്റ് അല്ല, ദെയർ മൈറ്റ് ബി ഇംപെർഫെക്ഷൻസ്. പക്ഷെ അതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം എന്താണ്? ടു പ്രൊവൈഡ് ജസ്റ്റിസ്, സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ എന്നുള്ളതാണ് നമ്മളെ നയിക്കുന്നതെങ്കിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം നല്ലത്. അതല്ല എനിക്ക് അധികാരം ഉറപ്പിക്കാനും എനിക്ക് സാമ്പത്തികമായുള്ള പ്രയോജനം കിട്ടാനും ഒക്കെയാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ അത് തെറ്റ്, അധർമ്മം എന്ന് മാത്രം നമ്മൾ കരുതിയാൽ മതി. കേരളത്തിൽ ഭൂപരിഷ്കരണമായാലും വിദ്യാഭ്യാസ മേഖലയിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾ, വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ, ദുർബല വിഭാഗങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ, മൈനോറിറ്റിക്കുള്ള ആനുകൂല്യങ്ങൾ തുടങ്ങി ഇതൊക്കെ ദീസ് ആർ ഓൾ പോളിസി ഇൻസ്ട്രുമെന്റ്സ് ബൈ വിച്ച് വി വർ സ്ട്രൈവിങ് ടു അച്ചീവ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ജസ്റ്റിസ്. അതാണ് നമ്മുടെ ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങൾ. ഇപ്പോൾ ക്ഷേമ പെൻഷൻ കൊടുക്കും. ഈ കേരളത്തിൽ കൊടുക്കുന്ന ക്ഷേമ പെൻഷനുകളെ പറ്റി കേന്ദ്ര ഗവൺമെൻറ്റിലും മറ്റു പല സ്ഥാപനങ്ങൾക്കും വേൾഡ് ബാങ്കിനും ഒക്കെ വലിയ വിമർശനമാണ്. അങ്ങനെ നികുതി പിരിച്ച് പെൻഷൻ കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ദർ ഇസ് നോ ഫ്രീ ലഞ്ച് എന്നൊക്കെ നിയോ ലിബറൽ എക്കണോമിസ്റ്റുകൾ പറയുന്നുണ്ടല്ലോ. പക്ഷേ നിങ്ങൾ സുഖസമൃദ്ധിയിൽ ജീവിക്കുമ്പോൾ എൻ്റെ അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ അവന് 1,000 രൂപ 2,000 രൂപ കൊടുക്കുന്നതിനകത്ത് തെറ്റു കാണുന്ന ഇക്കോണമിസ്റ്റുകളോടൊന്നും എനിക്ക് യാതൊരു കൂറുമില്ല. എന്തിനാണ് ഈ ഗവൺമെൻറ് പണം കൂട്ടി വച്ചിരിക്കുന്നത്? എല്ലാവരും ഒരേപോലെ സമ്പന്നരോ സമർത്ഥരോ അല്ലല്ലോ. അതുകൊണ്ട് അത്ര സാമർഥ്യമില്ലാതെ ഒറ്റപ്പെട്ടു പോയവർക്ക് കൈത്താങ്ങാവേണ്ടതും ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് വിചാരിക്കുന്ന നീതിബോധത്തിൽ യുക്തിയുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അതവിടെ നിൽക്കട്ടെ. ഇങ്ങനെയൊക്കെയാണ് ഈ സാമൂഹ്യ നീതി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി സർക്കാരുകൾ പ്രവർത്തിക്കേണ്ടതും പ്രവർത്തിച്ചിട്ടുള്ളതും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും. എന്നാൽ എപ്പോഴും ഇത്തരത്തിലുള്ള ഒരു സൈദ്ധാന്തികമായിട്ടുള്ള പെർഫെക്ഷനോടുകൂടി അല്ല കാര്യങ്ങൾ നടക്കുന്നത് എന്ന് നമുക്കറിയാം. രണ്ടാം ഭാഗം, ഞാൻ എൻ്റെ സംസാരത്തിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് കടക്കുമ്പോൾ കുറച്ച് ഇരുളടഞ്ഞ കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. ഞാനിതുവരെ പറഞ്ഞതൊക്കെ സിദ്ധാന്തമാണ്. പ്രയോഗത്തിൽ വരുമ്പോൾ ഈ ഐഡിയൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പൊക്കെ മാറി സംഗതികളാകെ കുഴഞ്ഞു മറിയുന്ന ഒരു സ്ഥിതിയും ഉണ്ട്. പ്രയോഗത്തിൽ വരുമ്പോൾ സാമൂഹ്യ നീതി, രാഷ്ട്രീയ നീതി, സാമ്പത്തിക നീതി ഇതൊക്കെ വേണ്ട വിധം ഉറപ്പാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇപ്പോഴും ഇന്ത്യയിൽ ദളിതരെ, ആ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും ചുട്ടുകരിക്കുകയും കൂട്ടത്തോടെ അവരുടെ ബസ്തിയൊക്കെ നശിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന സംഭവങ്ങൾ ഇന്നും ഈ ഇത്തരത്തിലുള്ളൊരു ഭരണഘടന ഇപ്പോഴും നിലവിലിരിക്കുന്ന ഭാരതത്തിൽ നടക്കുന്നു എന്നുള്ളത് നമ്മളെ വാസ്തവത്തിൽ ഞെട്ടിപ്പിക്കണ്ടേ? നമ്മൾ കേരളത്തിൻ്റെ കണ്ണുകൊണ്ട് ഇന്ത്യയെ കാണരുത്. ഇന്ത്യൻ അനുഭവമാണ് ഞാൻ പറയുന്നത്, കേരളത്തിൻ്റെ അനുഭവം മാത്രമല്ല. അതുകൊണ്ടാണ് ഇന്ത്യൻ അനുഭവം എന്ന് ഞാൻ പറഞ്ഞത്. കേരളത്തിലെല്ലാം കേവലമാണെന്ന് ഞാൻ അവകാശപ്പെടുകയല്ല. പക്ഷേ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭാരതം ഭരണഘടനയെ വിശ്വസിക്കുന്ന നമ്മളെപ്പോലുള്ളവർക്ക് ഞെട്ടലുളവാക്കുന്നില്ലേ എന്നാണ്. അതുപോലെ തന്നെ അധികാരമുള്ളവർ ഒരു ചെറിയ കുറ്റത്തിന് പോലും അനേക വർഷങ്ങൾ ജയിലിൽ കിടക്കുകയും കോടതി കയറി ഇറങ്ങുകയും ചെയ്യുന്ന സാധാരണക്കാരുടെ വിലാപങ്ങൾ ഉയരുന്ന ഒരു രാജ്യത്ത് പണവും അധികാരവുമുള്ളവർ യാതൊരു കുഴപ്പവുമില്ലാതെ സ്വൈരവിഹാരം നടത്തുന്നത് കാണുമ്പോൾ വേർ ഈസ് ജസ്റ്റിസ്, സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് എന്ന് നമ്മൾ ചോദിച്ചു പോകുന്നില്ലേ? എന്തുകൊണ്ട് രാജ്യത്ത് ഇപ്പോഴും അത് സംഭവിക്കുന്നു? വേർ ആർ ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ്? ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണല്ലോ ഇതിനെയൊക്കെ സംരക്ഷിക്കേണ്ടത്. വേർ ആർ ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്? അധികാരമുള്ളവർക്ക് മുമ്പിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന നിയമവ്യവസ്ഥ ഇന്ന് കൂടുതൽ കൂടുതൽ നമ്മൾ അത്തരത്തിലുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്.
നേരെ മറിച്ച് അധികാരമുള്ളവനെ പോലും നീതിപീഠത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ സാധിക്കുന്ന റോബസ്റ്റ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ ഉള്ള സ്ഥലത്ത് സ്ഥാപനങ്ങൾ മുഴുവൻ ദുർബലമായി കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ സാമൂഹ്യ നീതി, രാഷ്ട്രീയ നീതി എല്ലാം ഇവിടെ ചുരുട്ടി മടക്കപ്പെടുന്നു എന്ന് എനിക്ക് തോന്നുകയാണ്. ഇനി അത് വലിയ വലിയ കാര്യങ്ങളാണ് എങ്കിൽ നമ്മുടെ ദൈനംദിന ജീവിതങ്ങളിൽ ഒരു സർക്കാർ ഓഫീസിൽ പോയാൽ ഇന്ന് 5 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കേണ്ട ഒരു കാര്യത്തിന് 5 മാസം കയറി ഇറങ്ങിയാലും നടക്കാത്ത അനുഭവം നമുക്ക് ആർക്കും ഇല്ല എന്ന് പറഞ്ഞുകൂടെ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇയാൾക്കുണ്ടാവില്ല, കാരണം ഇയാൾ IAS ഓഫീസറിൽ എവിടെ ഇരിക്കും. അങ്ങനെയല്ല, ഞാനും വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് ഞാനൊരു വീട് വെച്ചിട്ടൊരു നമ്പർ കിട്ടിയത്. വളരെ കഷ്ടപ്പെട്ടാണ്. ഇപ്പോൾ ടെക്നോളജി വന്നിട്ട് കുറച്ച് ഭേദപ്പെട്ടിട്ടുണ്ട്. ടെക്നോളജി നമ്മൾ ഉപയോഗിക്കണം. ഒരു സർക്കാർ ഓഫീസിൽ കയറി ഇറങ്ങി അവനവൻ അവകാശപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടി കയറി ഇറങ്ങാത്തവരാരെങ്കിലും ഉണ്ടോ? അവിടുത്തെ ഇൻഎഫിഷ്യൻസി, അവിടുത്തെ ഡിലേ, അവിടുത്തെ അറഗൻസ്, അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് ഞാൻ പറയും. കാരണം സാമൂഹ്യ നീതി ഉറപ്പ് വരുത്താനായി നമ്മളിൽ നിന്ന് നികുതി പിരിച്ച് മാസാമാസം ശമ്പളം വാങ്ങിക്കൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ എന്ന് പറഞ്ഞ് വളരെ ഗൗരവത്തിൽ തലപൊക്കി നോക്കി ഇവനൊക്കെ എന്തിനാ രാവിലെ ഇങ്ങോട്ട് വന്നത് എന്നുള്ള മട്ടിൽ ഒരു നോട്ടം. അപ്പോൾ നമ്മൾ ചോദിക്കും ഇന്നതാണ് സാർ, അത് നാളെ വാ. എത്തിക്കൽ ഡയമെൻഷൻ ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്നൊരു വിഷയം ഞാൻ എൻ്റെ സ്ഥാപനത്തിൽ IMGയിൽ സ്ഥിരമായിട്ട് എടുക്കും. എത്തിക്കൽ ഡയമെൻഷൻ ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഈ ഭരണ നിർവഹണത്തിലിരിക്കുന്ന ഉദ്യോഗസ്ഥരുടെയും ജീവനക്കാരുടെയും അഴിമതി എന്നുള്ളത്. അഴിമതി ഇല്ല എന്നൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ആരും അഴിമതിയെ പറ്റി സംസാരിക്കുകയില്ല. വീട്ടിലേതെങ്കിലും നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു കൊള്ളരുതായ്മ ഉണ്ടെങ്കിൽ ആരോട് സംസാരിക്കില്ലല്ലോ എന്ന് പറയുന്നതിൽ ആരും അഴിമതിയെ പറ്റി പറയില്ല. ശരിക്ക് തുറന്ന് പറയേണ്ട ഒരു കാര്യം അഴിമതിയാണ്. 10 പൈസയും ഞാൻ തരികയില്ല നിനക്ക്. കാരണം കടം വാങ്ങിച്ച് കൃത്യമായി ശമ്പളം കൊടുക്കുന്ന ഒരു ഗവൺമെന്റിന്റെ കീഴിൽ ഇരുന്നു കൊണ്ട് ഈ രാജ്യത്ത് 22 ലക്ഷം ആളുകളെ ഉള്ള സർക്കാർ ശമ്പളം കിട്ടുന്നവർ കേട്ടോ. ഈ നമ്മളിവിടെ 3.5 കോടി ജനങ്ങളല്ലേ, ഇതിനകത്ത് 22 ലക്ഷം ജനങ്ങൾക്കാണ് ഗവൺമെന്റ് ശമ്പളം കൊടുക്കുന്നത്. എന്നാൽ സംസ്ഥാനത്തിന്റെ വരുമാനത്തിന്റെ ഏതാണ്ട് 65-70% ഈ ശമ്പളത്തിന് പോവുകയാണ്. 3.5 കോടി ജനങ്ങളിൽ 22 ലക്ഷത്തിന് കൊടുക്കാനാണ് ഇത്രയും ശമ്പളം. കടം വാങ്ങിച്ചിട്ടാണ് കൊടുക്കുന്നത്. പലിശയ്ക്ക് പണം എടുത്തിട്ടാണ് ഗവൺമെന്റ് ശമ്പളം കൊടുക്കുന്നത്. കൃത്യമായി ശമ്പളം കൊടുക്കും. കടം പറഞ്ഞിട്ടില്ല. കേരള ഗവൺമെന്റ് ഇതുവരെയും കടം പറഞ്ഞിട്ടില്ല. പലിശ കൊടുത്തിട്ടാണെങ്കിലും എടുക്കും. ലീവ് സറണ്ടർ, മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ്, ചവനപ്രാശം വാങ്ങിച്ചത് ഇത്രയും ചവനപ്രാശം വാങ്ങിച്ചു തന്നാൽ കുഴപ്പം വരും. ബില്ലിലുള്ള ചവനപ്രാശം മുഴുവൻ നിന്നാൽ കേട്ടോ. ഇപ്പം അങ്ങനെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പോൾ കുറേയൊക്കെ മാറ്റി. എന്തെല്ലാം ആനുകൂല്യങ്ങളാണ്. എല്ലാ ആനുകൂല്യങ്ങളാണ്. ഒരു ആനുകൂല്യവുമില്ലാത്ത 3.25 കോടി ആളുകളെ ഭരിക്കാനാണ് 22 ലക്ഷം ആളുകൾക്ക് ഇത്രയും ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത്. അവരുടെ മുമ്പിൽ ചെല്ലുന്ന ഒരു സാധാരണക്കാരനോട് മര്യാദയ്ക്ക് സംസാരിക്കാൻ പോലും ഔദാര്യം കാണിക്കാത്ത ഭരണകർത്താക്കൾ, രാഷ്ട്രീയ ഭരണകർത്താക്കളെ മാത്രമല്ല ഞാൻ പറയുന്നത്, ഉദ്യോഗസ്ഥർ, ജീവനക്കാർ, അവരോട് എന്തിനാണ് നമ്മൾ സഹിഷ്ണുത പുലർത്തുന്നത് എന്ന് ദയവ് ചെയ്ത് നമ്മൾ ഉണർന്ന് ചോദിക്കണം. ശവം എടുത്ത് ആംബുലൻസിൽ വെച്ച് തരാൻ പോലും കൈക്കൂലി ചോദിക്കാൻ ആളുകൾക്ക് മടിയില്ലാത്ത ഒരവസ്ഥ ഇന്നിവിടെ ഉണ്ടല്ലോ. ഈയിടയ്ക്ക് ഒരു കുട്ടി ശാസ്താംകോട്ടയിൽ ഇലക്ട്രിസിറ്റി ലൈനിൽ കയറി പിടിച്ച് മരിച്ചു പോയില്ലേ? എന്താണ് സംഭവിച്ചത്? ആരുടെയോ ആ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ സുരക്ഷിതത്വം എൻ്റെ ജോലിയാണ് എന്ന് ശമ്പളം പറ്റുന്ന ആരോ ചിന്തിക്കാത്തത് കൊണ്ടാണല്ലോ അത് പറ്റിയത്. ഇത്രയും കുട്ടികളുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു പിടിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ, ഒരു ലോ ഹാങ്ങിങ് ആയിട്ടുള്ള ഒരു ലൈവ് വയർ ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് സ്കൂൾ മതി എന്ന് പറയാൻ സാധിക്കാതെ പോയത് എന്തുകൊണ്ടാണ്? കാരണം ഉദ്യോഗത്തിലിരുന്ന് കഴിയുമ്പോൾ ഏറ്റവും പാവപ്പെട്ടവരിൽ നിന്ന് പോലും സംതിങ് ഇങ്ങ് പോരട്ടെ എന്ന് പറയാൻ സാധിക്കുന്ന ചില വ്യക്തികൾ ഈ സമൂഹത്തിലുണ്ട് എങ്കിൽ അവരുടെ മനഃശാസ്ത്രത്തിന് എന്തോ സാരമായ തരക്കേടുണ്ട്. അവരവരുടെ ഭാഗത്ത് നിന്ന് മാത്രം കാര്യങ്ങളെ കാണുകയും ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് നോക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് മാറുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് വളരെ പൊതുവായിട്ട് നമുക്ക് പറയാം. പക്ഷെ വേറെന്തോ സൈക്കോളജിക്കൽ മ്യൂട്ടേഷൻ ഈ ജോലി കിട്ടിക്കഴിയുമ്പോൾ, PSC അഡ്വൈസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഉടനെ എന്തോ ഒരു സൈക്കോളജിക്കൽ മ്യൂട്ടേഷൻ വരികയാണ്. ഒരു
സിനിമയിൽ മോഹൻലാൽ പറയുന്നുണ്ടല്ലോ, ജോലി കിട്ടിയിട്ട് വേണം, അത്രയും കാലം തൊഴിൽ അടക്കുകയാണ്, ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാൻ എന്ന് പറയുന്നത് പോലെ, ഇന്നലെ വരെ തൊഴിൽ രഹിതനായിരുന്നു, ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാൻ എന്ന് പറയുന്നത് പോലെ, ഇന്നലെ വരെ ഞാൻ തെണ്ടിത്തിരിഞ്ഞ് നടന്ന സമയത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിപ്പോൾ ജോലി കിട്ടിക്കഴിയുമ്പോൾ ഞാൻ മറ്റൊരാളായി മാറുകയും എൻ്റെ മുമ്പിൽ വരുന്നവൻ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന ഒരുത്തനായി എൻ്റെ മനസ്സിൽ രൂപപ്പെടുകയും ചെയ്യുന്ന അതിവികലമായിട്ടുള്ള ഒരു മനഃശാസ്ത്രം നമ്മുടെ പല ഓഫീസുകളിലും നമുക്കിപ്പോഴും കാണാം. ഞാൻ ചീഫ് സെക്രട്ടറിയായി ചാർജ് എടുത്ത ഉടനെ ഒരു 10,000 കത്ത് ഒപ്പിട്ട് വിട്ടു എല്ലാ വില്ലേജ് ഓഫീസുകളിലും, എല്ലാ പഞ്ചായത്ത് ഓഫീസുകളിലും. കൈകൊണ്ട് ഒപ്പിട്ടാണ് വിട്ടത് കേട്ടോ. അത്രയും ഒപ്പ് ഞാൻ ഇട്ടു. പിന്നെ സൈക്ലോസ്റ്റീലോ അല്ലെങ്കിൽ കോപ്പി എടുത്ത് അയച്ചാൽ അതിനൊരു വിലയില്ലെങ്കിലോ ചീഫ് സെക്രട്ടറി തന്നെ ഒപ്പിട്ട് അയച്ചിരിക്കും. അതിനകത്ത് വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. വലിയ വിപ്ലവമൊന്നും നടത്താൻ നമുക്ക് സമയമില്ല. പക്ഷേ ഓഫീസിൽ വരുന്ന ആളുകളോട് അവർക്കവിടെ വരാനൊരു അർഹതയുണ്ട് എന്ന്, ദേ ആർ ലീഗലി എൻറ്റൈറ്റിൽഡ് ടു ബി ദെയർ, ഔദാര്യമല്ല, അവിടെ വരാൻ അർഹതയുണ്ട് എന്നും വരുന്നവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിലും എന്തുകൊണ്ടത് നടക്കുന്നില്ല എന്ന് വിശദീകരിച്ചു കൊടുക്കാനെങ്കിലുള്ള സന്മനസ് നമുക്കുണ്ടാവണം. അയാൾ കാണാൻ വന്ന ഉദ്യോഗസ്ഥൻ അവിടെ ഇല്ല എങ്കിൽ ആ ഉദ്യോഗസ്ഥൻ എന്നാണ് ഉണ്ടാവുക എന്ന് വ്യക്തമായി പറയാനുള്ള സന്മനസ് നമുക്കുണ്ടാവണം. ഏതോ ഒരു കർഷകൻ പശുവിനെ അഴിച്ചു കെട്ടാനും വെള്ളം കൊടുക്കാനും വേറെ ആർക്കോ 50 രൂപയും കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്, വളരെ ദൂരെ നിന്ന് ബസ് പിടിച്ചിട്ട്. എന്തിനാ? കൃഷിയുടെ സബ്സിഡി കിട്ടുമെന്നറിയാൻ. അപ്പോൾ പറഞ്ഞു ഓഫീസർ ഇല്ല, നാളെ വരും. നാളെ ചെല്ലുമ്പോൾ പറയൂ, ഓഫീസർ തിരുവനന്തപുരത്ത് കോൺഫറൻസിന് പോയല്ലോ. അയാൾ തിരുവനന്തപുരത്തിന് കോൺഫറൻസിൽ പോകും എന്നുള്ളത് തലേദിവസം അയാൾക്ക് അറിയാം. പക്ഷേ ഇവനോട് പറയേണ്ട കാര്യമില്ലല്ലോ, അയാൾ നാളെയും വരട്ടെ. അയാൾ വീണ്ടും 50 രൂപയും കൊടുത്ത് ഒരുത്തനെ പിടിച്ച് പശുവിനെ കെട്ടാനും കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. ഇതറിയാനുള്ള മനസ്സ് ഇല്ലാതെ ഒരുത്തൻ എങ്ങനെയാണ്, അവൻ്റെ അച്ഛനാണ് ഇങ്ങനെ ഒരു ഓഫീസ് കയറി ഇറങ്ങിയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്ന് ചിന്തിക്കാനുള്ള ഒരു സന്മനസ് എവിടെ പോകുന്നു നമ്മുടെ ജീവനക്കാർക്ക് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളാണ് ഇതിന് കുറേയൊക്കെ ഉത്തരവാദി. നിനക്ക് ഇങ്ങനെയൊക്കെ പെരുമാറാൻ എന്തോ ഒരു അർഹതയുണ്ട് എന്ന് നമ്മളുടെ മൗനം അവനോട് പറയുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുകയാണ്. യു ഹാവ് നോ റൈറ്റ് ടു, ഞങ്ങളെ ഇങ്ങനെ കുതിര കയറാനുള്ള ഒരവകാശവും നിനക്കില്ല എന്ന് പറയാൻ നമ്മുടെ ജനാധിപത്യത്തിന് ഇപ്പോഴും നാവില്ലാതെ പോയത് കഷ്ടമായി പോയി. അവിടെ പല പല ഘടകങ്ങളുണ്ട്. അവരെല്ലാം വലിയ സംഘടനകളുടെ ആളുകളാണ്. അവനെ തൊട്ട് കളിച്ചാൽ ഈ കളി തീക്കളി കരുതിക്കുമെന്ന് പറയും. അതുകൊണ്ട് നമ്മൾ ഒഴിഞ്ഞു പോകുന്നു. അങ്ങനെ ഓരോ ദിവസം കഴിയും തോറും ശാക്തീകരിക്കപ്പെടേണ്ട ജനം ദുർബലരാവുകയും ജനത്തിൻ്റെ മുമ്പിൽ ദുർബലരല്ലെങ്കിലും ഉത്തരവാദിത്വത്തോടു കൂടി ഇരിക്കേണ്ടവർ ശാക്തീകരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വളരെ വിചിത്രമായിട്ടുള്ള ഒരു സമവാക്യം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ. അഴിമതിയാകട്ടെ കെടുകാര്യസ്ഥതയാവട്ടെ ഒക്കെ തന്നെ ശാക്തീകരിക്കപ്പെടേണ്ട ജനം ദുർബലമായി കൊണ്ടിരിക്കുന്നതിൻ്റെ പ്രതിഫലനമായിട്ട് മാത്രമേ ഞാൻ കാണൂ. അഴിമതിയെപ്പറ്റിയോ കെടുകാര്യസ്ഥതയെപ്പറ്റിയോ നമ്മുടെ നേതാക്കൾ പോലും സംസാരിക്കുന്നില്ല വേണ്ടത്ര എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ദിവസം പോലും ഒരു ഫയൽ വെച്ച് താമസിപ്പിക്കാൻ ഒരാളിന് അവകാശമില്ല. അയാളുടെ ശമ്പളം നമ്മൾ 1 മണിക്കൂർ പോലും താമസിപ്പിക്കുന്നില്ലല്ലോ. പിന്നെ എന്താണ് എൻ്റെ ഫയൽ വെച്ച് താമസിപ്പിക്കാൻ കാരണം? അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഇപ്പോൾ ഇതാണ് എസ്റ്റോണിയ എന്ന് പറയുന്ന രാജ്യത്തെ പറ്റി ഈ ഇടയ്ക്ക് ഇത്തിരി പഠിക്കാൻ എനിക്കിടയായി. അതുപോലെ ഇവിടെ നടക്കുന്നു ഞാൻ പറയുകയല്ല, നടക്കണമെന്നും ഇല്ലായിരിക്കാം. എസ്റ്റോണിയയിൽ വളരെ കുറച്ച് ജനസംഖ്യയേ ഉള്ളൂ. എസ്റ്റോണിയയിൽ ഒരു കുട്ടി ജനിച്ചാൽ അപ്പം മുതൽ ആ കുട്ടിയെ ആ ഗവൺമെൻറ് ഏറ്റെടുക്കുകയല്ല, ഗവൺമെൻറ്റിന് അറിയാം കുട്ടി ജനിച്ചിരിക്കുന്നു. ജനന സർട്ടിഫിക്കറ്റ് അപ്പം തന്നെ നിങ്ങളെ കമ്പ്യൂട്ടറിൽ വരും, യു ക്യാൻ ഡൗൺലോഡ് ഇറ്റ്. ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടി കഴിയും. എന്നിട്ട് ആ കുട്ടിയെ അടുത്ത സ്കൂളിൽ ചേർക്കേണ്ട സമയമാകുമ്പോൾ യു വിൽ ഗെറ്റ് അൻ അലർട്ട്. നിങ്ങളുടെ സ്കൂളിൽ ഇന്ന സ്കൂളിൽ കൊണ്ട് കുട്ടിയെ ചേർത്തോളൂ. ആ കുട്ടിക്ക് ഞങ്ങൾ സ്റ്റേറ്റ് കൊടുക്കേണ്ടതായിട്ടുള്ള ഇത്ര എമൗണ്ട് ഓൾറെഡി ഞങ്ങൾ ആ സ്കൂളിന് കൊടുത്തിട്ടുണ്ട്. അപേക്ഷയും വേണ്ട, കോർട്ട് ഫീസ് സ്റ്റാമ്പും വേണ്ട, നോട്ടറിയും വേണ്ട, ഒന്നും വേണ്ട കേട്ടോ. ഗവൺമെൻറ് കൊടുക്കേണ്ട ഫീസോ സപ്പോർട്ടോ എന്താണെന്ന് പറഞ്ഞാൽ ഓൾറെഡി പെയ്ഡ് ടു ദി സ്കൂൾ. നിങ്ങൾ പോയി കുട്ടിയെ ചേർത്താൽ മതി. അങ്ങനെ ഓരോ ഘട്ടത്തിലും സ്റ്റേറ്റ് സ്വമേധയാ അപേക്ഷ സാദരം സമർപ്പിച്ചു കൊള്ളുന്നു എന്ന്, താഴ്മയെ അപേക്ഷിച്ചു കൊള്ളുന്നു എന്ന് ഒരു ഫ്യൂഡൽ വാസലിനെ പോലെ ഒരു പൗരനും അവിടെ അപേക്ഷിക്കേണ്ടതില്ല. അവകാശമാണ് ജനങ്ങളുടെ എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഭരണകൂടം. എന്നാൽ ഇവിടെ നമ്മുടെ നാട്ടിൽ എന്താണ്? നിങ്ങൾക്കൊരു അവകാശവുമില്ല, അവകാശമെല്ലാം എനിക്ക് എന്ന് താഴ്മയായി വിനീതമായി അപേക്ഷിച്ചു കൊള്ളുന്നു എന്ന് എഴുതിയെങ്കിലേ അപേക്ഷയാവുന്നുള്ളൂ. നമുക്ക് അവകാശപ്പെട്ടതാണ് കേട്ടോ, ഔദാര്യമല്ല. എന്തുകൊണ്ടോ ഈ ഒരു ഫ്യൂഡൽ മനസ്ഥിതിയെ റീട്രേറ്റ് ചെയ്യുന്ന, പിന്നെയും പിന്നെയും അതിനെ ശാക്തീകരിക്കുന്ന
ഒരു സാമൂഹ്യമായിട്ടുള്ള ഉദാസീനത അല്ലെങ്കിൽ ഒരു ശീലം വിദ്യാഭ്യാസമുള്ളവർക്കിടയിൽ പോലും ഉണ്ട് എന്നതാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ നീതിബോധമില്ലായ്മയുടെ ഏറ്റവും വലിയ പ്രതീകമായിരിക്കുന്നത്. ശാക്തീകരിക്കപ്പെടുന്നില്ല. ഇല്ലെന്ന് മാത്രമല്ല, ഈ ഫ്യൂഡൽ ബോധമാണ് നമ്മളെ കൊണ്ട് പിന്നെയും പിന്നെയും ഇതെല്ലാം സഹിക്കാൻ നമ്മളെ നിർബന്ധിച്ചു കൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം, സാമൂഹ്യ നീതിയെപ്പറ്റി പറയുമ്പോൾ ഇവിടെ കോടതികളിൽ കെട്ടിക്കിടക്കുന്ന കേസുകൾ, ഇതിന് തീർപ്പ് കൽപ്പിക്കപ്പെടാതെ എത്രയോ ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്. ഇനി ആ കേസ് തീർപ്പാകേണ്ട ഒരു കാര്യമില്ല, പ്രത്യേകിച്ച് സിവിൽ കോടതികളിൽ. ജയിലുകളിൽ കിടക്കുന്ന അണ്ടർ ട്രയൽസ്, അവർ കുറ്റം ചെയ്തവരല്ല, അവർക്ക് ജാമ്യം കിട്ടാത്തത് കൊണ്ട് കിടക്കുന്ന എത്രയോ ലക്ഷക്കണക്കിന് അണ്ടർ ട്രയൽസ്, എന്താണ് വിചാരണ തടവുകാർ, ജാമ്യം നിഷേധിക്കപ്പെട്ട് ഇന്ത്യൻ ജയിലുകളിൽ ആയിരക്കണക്കിന് ആളുകളുണ്ട്. അവരാരും കുറ്റവാളികളല്ല. വേർ ഇസ് ദി ജസ്റ്റിസ്? വേർ ഇസ് ദി ആ നീതിബോധം എവിടെ? ആ നീതി എവിടെ പോയി? ഗവൺമെന്റുകൾ മാറി മാറി മത്സരിച്ച് നമ്മുടെ പൗരാവകാശങ്ങളെ കവരുന്ന നിയമനിർമ്മാണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് പബ്ലിക് സേഫ്റ്റി, അല്ലെങ്കിൽ രാജ്യരക്ഷയുടെ പേരിലോ പിന്നെ സാമൂഹ്യമായിട്ടുള്ള വ്യവസ്ഥയുടെ പേരിലോ ക്രമസമാധാനത്തിൻ്റെ പേരിലോ ഒക്കെ. പണ്ട് ഇപ്പോൾ ആർട്ടിക്കിൾ എന്താണ് പഴയ CRPC 107 ക്രമസമാധാനം വഞ്ചിക്കുന്നവരെ പിടിച്ച് നമുക്ക് 6 മാസം ജയിലിലിടാം. എന്നാൽ ഇപ്പോൾ UAPA നിയമം അങ്ങനെയല്ല. നമുക്കൊരു സംശയം തോന്നിയാൽ മതി, എത്ര വർഷം വേണമെങ്കിലും കിടക്കും. ജാമ്യം നിഷേധിക്കലാണ് അതിൻ്റെ നാച്ചുറൽ റെസ്പോൺസ്. ഇത്തരത്തിലുള്ള നിയമങ്ങളൊക്കെ പാർലമെൻറ്റ് പാസ്സായതാണ്. പക്ഷേ ജസ്റ്റിസ്, ഇക്കണോമിക്, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ എന്ന് പറയുന്ന ആ ആശയത്തിനോട് ഇത്തരത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ വാസ്തവത്തിൽ ആശയപരമായി വൈരുദ്ധ്യത്തിലല്ലേ എന്ന് സംശയിച്ചു പോവുകയാണ്. നമ്മുടെ നിയമങ്ങൾ കൂടുതൽ കൂടുതൽ കർക്കശങ്ങളായിക്കൊണ്ടിരിക്കുന്നു. ജനങ്ങളുടെ അവകാശങ്ങളെ നിഷേധിക്കുന്നത് അതൊക്കെ സർവ്വസാധാരണമാണ് എന്ന് നമ്മൾ ധരിച്ചു തുടങ്ങിയിരിക്കുന്നു. സ്വാതന്ത്ര്യത്തോടു കൂടി പ്രതികരിക്കുന്നത് അത്ര സാധാരണമൊന്നുമല്ല, ആലോചിച്ചും കണ്ടുമൊക്കെ പ്രതികരിച്ചാൽ മതി എന്ന് ആർട്ടിക്കിൾ 14 21 ഒക്കെ വാഗ്ദാനം ചെയ്യുന്ന അവകാശങ്ങളെയൊക്കെ അതിലംഘിച്ചുകൊണ്ട് പ്രായോഗിക രാഷ്ട്രീയ നമ്മളോട് ചില സന്ദേശങ്ങൾ തന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളപ്പോൾ എവിടെ ഭരണകൂടത്തിൻ്റെ നീതിബോധം എന്ന് നമുക്ക് ചോദിക്കാതിരിക്കാൻ നിവർത്തിയില്ല. ഭരണഘടനയിൽ നിന്ന്, ഭരണഘടനയുടെ അത്യന്തം മനോഹരമായിട്ടുള്ള മൂല്യങ്ങളിൽ നിന്ന് പ്രായോഗിക ഭരണം മനുഷ്യരെ അകറ്റിക്കൊണ്ടിരിക്കുന്നുവോ എന്ന് അനേകം കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചോദിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. ഒരു കൊച്ചു ഉദാഹരണം, ഇതിപ്പോൾ UAPA പോലുള്ള നിയമങ്ങൾ അവിടെ നിൽക്കട്ടെ. ഭരണകൂടം മനുഷ്യൻ്റെ സേഫ്റ്റി, അവൻ്റെ സുരക്ഷയെപ്പറ്റി ആശങ്കപ്പെടേണ്ടതാണ് ഭരണകൂടങ്ങൾ. കോഴിക്കോട്ടത്തെ സ്ഥിതി എനിക്ക് അറിഞ്ഞുകൂടാ. തിരുവനന്തപുരത്തെല്ലാം മുക്കിന് ഈ പെട്ടിക്കടകൾ എന്താണ് അതിന് പറയുന്നത്, ഫാസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ സ്ട്രീറ്റ് ഫുഡ്. വൈകിട്ട് 7 മണിയാകുമ്പോൾ ഞാൻ സ്ഥിരമായിട്ട് പോകുന്ന ഒരു വഴി നിറച്ച് ഒരു 30-40 പെട്ടികൾ വരും, അല്ല വണ്ടികൾ വരും. രാത്രി മുഴുവൻ ഫുഡ് ഫെസ്റ്റിവലാണ്. തെറ്റില്ല, ആരോ വേറെ ജോലിയൊന്നും ഇല്ലാത്തത് കൊണ്ട് വരുമാന മാർഗം എന്നുള്ള നിലയ്ക്ക് രാത്രി ഭക്ഷണം കൊടുക്കുന്നു. അതിലെനിക്കൊരു തെറ്റും പറഞ്ഞുകൂടാ. എല്ലാവരും 5 സ്റ്റാർ ഹോട്ടൽ നടത്തണം എന്നുള്ള ഒരു വരേണ്യ വിചാരമല്ല ഞാനീ പറയുന്നത്. എന്നാൽ അവിടെ കഴിക്കുന്ന ഭക്ഷണം, ഈ ഹോട്ടലുകളിൽ മുഴുവൻ കൊടുക്കുന്ന ഭക്ഷണം, അതിലുപയോഗിച്ചിരിക്കുന്ന നിറങ്ങൾ, അതിലുപയോഗിച്ചിരിക്കുന്ന മറ്റ് വസ്തുക്കളൊക്കെ തന്നെ നിയമപരമായി അനുവദിക്കപ്പെട്ടിട്ടുള്ളതാണോ? അതിൻ്റെ ഹൈജീൻ ആര് ഉറപ്പുവരുത്തി? അവിടെ പാത്രം കഴുകുന്നുണ്ടോ? ഉപയോഗിക്കുന്ന വെള്ളം ഏതാണ്? അവിടുത്തെ വേസ്റ്റ് എങ്ങനെ ഡിസ്പോസ് ചെയ്യുന്നു? അവിടുത്തെ ജീവനക്കാർ ആർ ദേ സേഫ് ആൻഡ് പ്രൊട്ടക്റ്റഡ്? ഇങ്ങനെ സാധാരണ ജനങ്ങളുടെ ആരോഗ്യത്തെ പരിപാലിക്കേണ്ട നിയമ വ്യവസ്ഥിതി എവിടെ? നമ്മൾ ഇത് കോർപ്പറേഷൻ അംഗീകരിച്ചിട്ടുള്ള ഒരു കടയാണല്ലോ നമ്മൾ കയറി ഭക്ഷണം കഴിക്കുന്നത്. പ്രിമൈസ് ബീയിങ് ദാറ്റ് ഇഫ് ഇറ്റ് ഈസ് അപ്രൂവ്ഡ് ബൈ ദ കോർപ്പറേഷൻ ഓൾ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ആർ മെറ്റ് എന്ന് നമ്മൾ മണ്ടന്മാരെ പോലെ സ്വയം കബളിപ്പിച്ചിട്ട് പോയി കഴിക്കുകയാണ്. നമുക്കറിയാം അവിടെ ഒന്നുമില്ല, നമ്മൾ പോകുന്നു കഴിക്കുന്നു, കോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ. ആതുരാലയങ്ങളിലേക്ക്, ആശുപത്രികളുടെ ഭരണത്തിലേക്ക് നോക്കി ഞാൻ അങ്ങോട്ട് എത്തി നോക്കുന്നില്ല, അവിടെയും എല്ലാം പ്രശ്നമാണ്. എല്ലാം പേപ്പറിലെ നിയമമുണ്ട്, പക്ഷേ ആത്യന്തികമായി മനുഷ്യന്റെ സേഫ്റ്റി ഈസ് ഇൻ പെരിൽ. എന്തുകൊണ്ട്? ഭരണകൂടത്തിന്റെ നീതിബോധം ആരുടെയൊക്കെയോ മുന്നിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്നത് കൊണ്ട് അതിന് കൊടുക്കേണ്ടി വരുന്ന വില എന്ന് പറയുന്നത് സാധാരണ മനുഷ്യന്റെ 5 സ്റ്റാർ ഹോട്ടലിൽ കയറി ഡിന്നർ കഴിക്കുന്നവന്റെ അല്ല,
50 രൂപ കൊടുത്ത് ഡിന്നർ കഴിച്ചിട്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിക്കുന്ന സാധാരണ ഒരുത്തൻ്റെ ആരോഗ്യത്തെയാണ് ബലി കൊടുക്കുന്നത് എന്ന് നമ്മൾ ഓർക്കുന്നില്ല ഈ അഴിമതിയുടെ മുമ്പിൽ. ഈ അഴിമതിയുടെ മുമ്പിൽ നമ്മൾ നിശബ്ദരാകുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ബലി കൊടുക്കാൻ അനുവദിക്കുകയാണ് എന്നർത്ഥം. ഇത് ഭരണകൂടമാണ്. ഞാൻ ഈ കോഴിക്കോട് കോർപ്പറേഷനെ പറ്റി മാത്രമല്ല പറയുന്നത്, കേരളം മുഴുവനുള്ള വിസ്തൃതിയാണ് ഞാൻ പറയുന്നത്. എന്ത് ഉപയോഗിക്കാം, നിങ്ങൾക്ക് എന്ത് കളറും ഉപയോഗിക്കാം. എന്നാൽ ഈയിടയ്ക്ക് ഞാനൊന്ന് അമേരിക്കയിൽ പോയപ്പോൾ ഒരു ഹോട്ടലിൽ കയറുന്നു, ഭക്ഷണം കഴിക്കുന്നു, വെള്ളം കൊണ്ടുവയ്ക്കുന്നു, നമ്മൾ വെള്ളം എടുത്ത് കുടിക്കുന്നു, അവൻ കൊണ്ടുവരുന്ന വെള്ളം കുടിക്കുന്നു. അപ്പോൾ എൻ്റെ മകൻ ചോദിച്ചു, അച്ഛൻ നാട്ടിലാണെങ്കിൽ മറ്റേ കുപ്പിയുള്ളതല്ലേ കുടിക്കുള്ളൂ. അപ്പോൾ എനിക്ക് ഉയിര് കിടക്കണമെന്ന് പേടിയുണ്ട്, അതുകൊണ്ട് എനിക്ക് ജീവിക്കണമെന്ന് പേടിയുള്ളതുകൊണ്ട് ഞാൻ വെള്ളത്തിൻ്റെ ശുദ്ധി ഉറപ്പുവരുത്താൻ അത് കഴിക്കുന്നു. ഇവിടെ ഒരു കോർപ്പറേഷൻ ലൈസൻസ്, അവിടുത്തെ പിന്നെ സഭയുടെ ലൈസൻസ് ഉള്ള ഒരു കടയാണ് എങ്കിൽ അവിടുത്തെ വെള്ളം പെർഫെക്റ്റ് ആയിരിക്കും എന്ന് നമുക്ക് വിശ്വാസമുണ്ട്. ഇറ്റ് വിൽ ബി എൻഷ്യൂർഡ് ദാറ്റ് ഹി സെർവ്സ് ഓൺലി വാട്ട് ഹി ഈസ് സപ്പോസ് ടു സെർവ്. ഇപ്പോൾ ദുബായിൽ പച്ചവെള്ളം കൊണ്ടുവച്ചാൽ നമ്മൾ കുടിക്കുമല്ലോ, ബിക്കോസ് വി നോ ദാറ്റ്. അതല്ല എങ്കിൽ അവൻ്റെ കട പൂട്ടും. നിയമവ്യവസ്ഥയുണ്ട്. ഇവിടെയും നിയമങ്ങളുണ്ട്, പക്ഷെ ആരും അതനുസരിക്കുന്നില്ല മാത്രം. അങ്ങനെ സാധാരണ മനുഷ്യന്റെ നീതി നിഷേധിക്കപ്പെടുന്ന എത്ര എണ്ണിയാലൊടുങ്ങാത്ത സംഭവ പരമ്പരകൾ നമ്മളുടെ ചുറ്റും അരങ്ങേറിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഭരണകൂടവും നീതിബോധവും എന്ന ഒരു വിഷയത്തെപ്പറ്റി ചിന്തിക്കുന്നത്. ഈ നയങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല. നയങ്ങളിലും പദ്ധതികളിലും നീതിബോധം ഇഷ്ടം പോലെ ഉണ്ട്, എല്ലാത്തിലും ഉണ്ട്. എന്നാൽ അത് പ്രാവർത്തികമായി വരുമ്പോൾ എവിടെയൊക്കെയോ ഇതിനെന്തുകൊണ്ടാണ് ഈ ചോർച്ചയും ശോഷണവും ഉണ്ടാകുന്നത് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മളിപ്പോഴും ഒരു വെൽഫെയർ സ്റ്റേറ്റ് പറഞ്ഞുകൊണ്ട് വെൽഫെയർ ഇല്ലാത്ത ഒരു സ്റ്റേറ്റിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ 1991 ശേഷം നടപ്പിലായിട്ടുള്ള ഉദാരവൽക്കരണത്തിന് ശേഷം ഗവൺമെൻറ്റുകൾ ഒരുപാട് മേഖലയിൽ നിന്ന് പിന്മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം സ്വകാര്യ മേഖല ചെയ്താൽ മതി. സ്വകാര്യ മേഖലയോട് നമുക്ക് എതിർപ്പൊന്നുമില്ല, പക്ഷേ സ്വകാര്യ മേഖല ചെയ്യുമ്പോൾ there are certain regulations. ഗവൺമെൻറ്റിൻ്റെ ജോലി റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അൺറെഗുലേറ്റഡ് ആയിട്ടുള്ള പ്രൈവറ്റ് എൻ്റർപ്രൈസ് ക്യാൻ ബി ഹാംഫുൾ ടു ഹ്യൂമൻ ലൈഫ്, സംശയമില്ല. അത് ചൂഷണത്തിലേക്ക് നയിക്കും. ഇവിടെ റെഗുലേറ്ററി സംവിധാനം മുഴുവൻ വേണ്ടത്ര രീതിയിൽ പരിപാലിക്കപ്പെടുന്നില്ല എങ്കിൽ അവിടെയും സ്വകാര്യ ലാഭത്തിന് വേണ്ടി ജനജീവിതങ്ങളെ വിട്ടുകൊടുത്തിട്ട് ഗവൺമെൻറ് നീതി വിസ്മരിക്കുന്ന ഒരവസ്ഥ. സ്വകാര്യ ആശുപത്രികൾക്ക് ഇഷ്ടമുള്ള ബില്ലിടാം. ഇനിയിപ്പോൾ സ്വകാര്യ സർവകലാശാലകൾ വരാൻ പോവുകയാണ്. സ്വകാര്യ സർവകലാശാലകൾക്ക് ഇഷ്ടമുള്ള ഫീസ് കൊടുക്കാം. എന്നാൽ പബ്ലിക് യൂണിവേഴ്സിറ്റീസ് നന്നാവുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പുതിയ വിദ്യാഭ്യാസ നയത്തിൽ അങ്ങനെയൊന്നും കാണുന്നില്ല. 35 ശേഷം ഈ സർവകലാശാലകളെ വേണ്ട, സ്വകാര്യ സർവകലാശാലകൾ മതി എന്നാണ് ഞാൻ വായിച്ച വിദ്യാഭ്യാസ നയത്തിൽ മനസ്സിലാകുന്നത്. അപ്പോൾ സാധാരണക്കാരനപ്പോൾ സർവകലാശാല വിദ്യാഭ്യാസം വേണമെന്നില്ല. +2 കഴിഞ്ഞവൻ വൊക്കേഷനിലോ എന്തെങ്കിലും പോയിട്ട് ജീവിച്ചാൽ മതി. നമ്മളെപ്പോലുള്ള കേരളീയരെ സംബന്ധിച്ചിടത്തോളം, ആസ്പയറിംഗ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം അത് വളരെയധികം ഡിപ്രസിംഗ് ആയിട്ടുള്ള ഒരു ചിത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. നയപരമായി തന്നെ ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്നുള്ള സങ്കല്പത്തിൽ നിന്ന് ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണോ എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിന് മുമ്പാകെ അവതരിപ്പിക്കാൻ വേണ്ടി ഞാനത് പറഞ്ഞു എന്ന് മാത്രം. എന്താണ് ഈ ഒരു നീതി നിഷേധം എന്നുള്ളത് സാമാന്യ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായി നിത്യയാഥാർത്ഥ്യമായി മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഹു ആർ ദ കൾപ്രിറ്റ്സ്? ഡെമോക്രസിയുടെ വേഷമിട്ട്, ഡെമോക്രസിയുടെ വസ്ത്രങ്ങൾ അണിഞ്ഞ് ഫ്യൂഡൽ വാല്യൂസ് നമ്മുടെ ഇടയിൽ ജനാധിപത്യം എന്നുള്ള പേരിൽ ജീവിക്കുകയാണോ എന്ന് നമ്മൾ ചോദിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഓഫീസിൽ പോയിട്ട് ധിക്കാരപൂർവ്വം പെരുമാറുന്ന ഒരാളിൻ്റെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി അയാളുടെ ഔദാര്യത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന നമ്മൾ, അല്ലെങ്കിൽ അവനോട് പ്രതികരിക്കാത്ത നമ്മൾ, നമ്മുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി എന്ത് അപമാനവും സഹിക്കാൻ തയ്യാറാകുന്ന നമ്മൾ, ഈ ഭരണഘടന നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന അവകാശങ്ങളെപ്പറ്റി എന്തേ വാചാലമാകുന്നില്ല? ഈ കേരളത്തിൽ പോലും ഇത്രയും അങ്ങോട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കേരളത്തിലാണ് എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഇത്തരം കാര്യം. അവിടെ പോലും വാസ്തവത്തിൽ മലയാളിയുടെ സഹജ സ്വഭാവമല്ല എങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി സാറെന്ന് വിളിക്കുകയും തമ്പുരാനെന്ന് വിളിക്കുകയും തലയൊറിയൊക്കെ ചെയ്യും. തന്നോ വെളിയിലിറങ്ങി 4 ചീത്ത പറയാതെ വേറെ കാര്യം. പക്ഷെ കാര്യം നടക്കാൻ വേണ്ടി പ്രതികരണം നടത്താതെ കാര്യസാധ്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന നമ്മളുടെ ഈ ഉദാസീനതയാണോ ഇതിൻ്റെ പിന്നിൽ? ഇതിനെതിരെ ആര് ശബ്ദിക്കുന്നു? വികസനം ഔദാര്യമല്ല എന്നും സേവനം ഔദാര്യമല്ല എന്നും നമ്മുടെ അവകാശമാണ് എന്നും നമ്മുടെ മക്കളോടെങ്കിലും നമ്മൾ പറയുന്നുണ്ടോ? നമ്മുടെ മാധ്യമങ്ങൾ നമ്മളോടത് പറയുന്നുണ്ടോ? നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നമ്മളോടത് പറയുന്നുണ്ടോ? സാമൂഹ്യനീതി ഔദാര്യമല്ല
അത് നികുതിദായകനോ നായകനല്ലെങ്കിൽ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്കുള്ള എൻ്റെ അവകാശമാണ്. ഭരണഘടനയുടെ പരിരക്ഷയുള്ള ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് ഈ നീതി എൻ്റെ അവകാശമാണ്, ഈ സേവനം എൻ്റെ അവകാശമാണ് എന്നുള്ള ബോധത്തോടു കൂടി നമ്മുടെ വിദ്യാർത്ഥികൾ വളരണ്ടേ. അവിടെയും കക്ഷിരാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിലർക്ക് പ്രിവിലേജ് ഉണ്ട്, ചിലർക്ക് പ്രിവിലേജ് ഇല്ല. അവകാശങ്ങളെ പ്രിവിലേജിൻ്റെ അടിസ്ഥാനത്തിൽ വർഗീകരിക്കുന്ന ഒരു പ്രവണത മറ്റൊന്ന്. നീ എൻ്റെ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവനാണെങ്കിൽ നിനക്കെല്ലാം കിട്ടും, അതല്ല നീ മറ്റേ പാർട്ടിയാണെങ്കിൽ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു 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 ധ്രുവീകരണത്തിന്, അതും ജനാധിപത്യത്തിൻ്റെ പേരിലാണ് എന്നുള്ളത് ഓർക്കുമ്പോൾ നീതിയോടാണ് നമ്മൾ സന്ധി ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് അവകാശമാണെന്ന് സമൂഹത്തെ നിരന്തരം ഓർമ്മപ്പെടുത്താൻ നമ്മളിൽ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ജനാധിപത്യ ഭാരതത്തിൽ ജീവിക്കുന്നു എന്ന് അഭിമാനിക്കുന്ന നമ്മൾ ഈ പൗരബോധത്തെപ്പറ്റി, നീതി നിഷേധത്തെപ്പറ്റി, അഥവാ അഹങ്കാരത്തിലും അഴിമതിയിലും കെടുകാര്യസ്ഥതയിലും വിഭാഗീയതയിലും സന്നിഹിതമായിട്ടുള്ള അടിസ്ഥാനപരമായ ഭരണഘടനാ നീതി നിഷേധത്തിനെതിരെ നമ്മുടെ വിദ്യാർത്ഥികളെയും നമ്മുടെ സഹോദരങ്ങളെയും പ്രബുദ്ധരാക്കാൻ വിദ്യാഭ്യാസം നേടിയ നമുക്കൊക്കെ അവകാശമുണ്ട്, നമുക്ക് ഉത്തരവാദിത്തമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അധികാരത്തിൻ്റെ സൗജന്യമായി നീ എൻ്റെ പാർട്ടിയിൽപ്പെട്ടവനാണല്ലോ, അതുകൊണ്ട് ഞാൻ നിനക്കൊരു സൗജന്യം തരുന്നു എന്ന മട്ടിൽ വികസന പ്രവർത്തനങ്ങളെ പിന്നെ തരം താഴ്ത്തുന്ന പ്രവണതയ്ക്കെതിരെ പ്രതികരിക്കാനും നമുക്ക് സാധിക്കണം. ജസ്റ്റിസ് ഇസ് ദ സോൾ ഓഫ് ഡെമോക്രസി. ജനാധിപത്യത്തിൻ്റെ ആത്മാവെന്ന് പറയുന്നത് ഈ സാമൂഹ്യ നീതിയാണ്. സാമൂഹ്യ നീതി നിരന്തരമായി നിഷേധിക്കപ്പെടുമ്പോൾ വാസ്തവത്തിൽ നഷ്ടപ്പെടുന്നതും ജീർണിക്കുന്നതും ജനാധിപത്യ ബോധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നിരന്തരമായി നീതി നിഷേധിക്കപ്പെടുന്ന ഒരു സമൂഹത്തിൽ ജനാധിപത്യത്തിനാണ് വില ഇടിയുന്നത്. അങ്ങനെ ജനാധിപത്യത്തിന് വില ഇടിഞ്ഞെങ്കിൽ ഒരു ഏകാധിപത്യത്തിലേക്ക് പോകാമായിരുന്നല്ലോ എന്ന് വിചാരിക്കുന്നവർക്ക് ഒത്താശ ചെയ്ത് കൊടുക്കലാണോ ജനാധിപത്യവാദികളായ നമ്മുടെ ഉത്തരവാദിത്തം എന്ന് മാത്രം അവനവൻ്റെ ആത്മാവിന് നേരെ ഒരു വിളക്ക് അല്ലെങ്കിൽ ഒരു കണ്ണാടി പിടിച്ചുകൊണ്ട് ചോദിക്കുവാൻ ഈ പ്രഭാഷണം നിങ്ങളെ സജ്ജമാക്കുമെങ്കിൽ എൻ്റെ വാക്കുകൾ വൃഥാവിലായില്ല എന്ന് ഞാൻ ആശ്വസിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. അൺടച്ചബിലിറ്റി ഈസ് ദ ക്രൈം എഗൻസ്റ്റ് മാൻ ആൻഡ് ഗോഡ് എന്നാണല്ലോ സർ. അൺടച്ചബിലിറ്റി ഈസ് ദ ക്രൈം എഗൻസ്റ്റ് മാൻ ആൻഡ് ഗോഡ്. അപ്പോൾ ഇപ്പോഴും ഈ അൺടച്ചബിലിറ്റി നിലനിൽക്കുന്നു എന്ന് മനസ്സിലാകുന്നില്ല. എന്താ ഈ നിയമം കൊണ്ട് മാത്രമേ അൺടച്ചബിലിറ്റി പലയിടത്തും പോയിട്ടുള്ളൂ. നിയമം സമൂഹത്തിൻ്റെ മുമ്പേ പറക്കുന്ന പക്ഷിയാണ്. നിയമം എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ആസ്പിറേഷൻ, സമൂഹം സ്വപ്നം കാണുന്ന ആദർശങ്ങളെയാണ് പലപ്പോഴും നിയമമായിട്ട് വരുന്നത്. കേരളത്തിൽ അൺടച്ചബിലിറ്റി എന്നുള്ളത് നിയമമില്ലെങ്കിൽ നമുക്കിവിടെ അൺടച്ചബിലിറ്റി കൊണ്ടുനടക്കാൻ സാധിക്കില്ല, കാരണം ആളുകൾ തന്നെ കൈകാര്യം ചെയ്യും. എന്നാൽ ഇപ്പോഴും അൺടച്ചബിലിറ്റി ഉണ്ട് എന്നുള്ളതിന് ഞാൻ ചില പ്രസംഗങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിപരമായ അനുഭവം നിങ്ങളോട് പറയുന്നതിൽ തെറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഡൽഹിയിലിരിക്കുമ്പോൾ, ഞാൻ ഡൽഹിയിൽ ഒരു മിനിസ്ട്രിയിലെ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ 3-4 ഡയറക്ടേഴ്സുണ്ട്. അവരെല്ലാം ചില IAS ജൂനിയർ ആയിട്ടുള്ളവർ, ചിലർ മറ്റ് സർവീസിൽപ്പെട്ട. അപ്പോൾ പോസ്റ്റൽ സർവീസിൽപ്പെട്ട ഒരു കുട്ടി, അവൾ ബീഹാറിൽ നിന്നുള്ളൊരു പെൺകുട്ടിയാണ്. അപ്പോൾ അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ്റെ ചാർജ് ഉള്ളത് എനിക്കൊരു റിട്ടയർമെൻറ്റ് കഴിഞ്ഞപ്പോൾ അവൾക്കൊരു അവളുടെ പ്യൂണ് പോയി, റിട്ടയർ ആയിപ്പോയി, വേറൊരാളെ ഷഫ്ലിങ്ങിൽ റുട്ടീനായിട്ട് കൊടുത്ത് രാവിലെ അയാൾ പോയി ചാർജ് എടുത്തു. ഒരു 11 മണിയായപ്പോൾ ഇവള് ശരം വിട്ടതുപോലെ എൻ്റെ മുറിയിലേക്ക് വരികയാണ്. സാർ, വാട്ട് ഹാവ് യു ഡൺ ടു മീ? അതാണ് ചോദ്യം. ഞാൻ ഒരിക്കലും മറക്കുകയല്ലേ ചോദ്യം. ഞാൻ 1-2 യൂട്യൂബ് വീഡിയോയിലൊക്കെ കിടപ്പുണ്ട് കേട്ടോ, ഞാനിങ്ങനെ പലയിടത്തും പ്രസംഗിച്ചു. വാട്ട് ഹാവ് യു ഡൺ ടു മീ? നമ്മുടെ വാട്ട് ഡിഡ് ഐ ഡു ടു യു? എന്ത് പറ്റി? അത് സാർ ആരെയാണ് എനിക്ക് പ്യൂണായിട്ട് തന്നതെന്നറിയാമോ? ഞാൻ പേര് നോക്കിയിട്ട് പറയുക, അയാൾ ഈസ് വെരി നൈസ്, നല്ല ആളാണല്ലോ. ഹി മൈറ്റ് ബി ഗുഡ് സാർ, പക്ഷേ എനിക്ക് പറ്റുകയല്ല. എന്താ ആളുടെ കുഴപ്പം? സാർ, ഹീസ് എ ചാമർ. അയാൾ ചാമർ സമുദായത്തിൽപ്പെട്ട ആളാണ്. സോ വാട്ട്? നീ അവൻ്റെ ഞാൻ ചോദിച്ചു, നീ അവൻ്റെ കല്യാണം കഴിക്കും? അല്ല, ജാതി നോക്കിയിട്ട് എന്താ പ്രശ്നം? അതല്ല, അയാൾ വെള്ളം കൊണ്ടൊന്നും എനിക്ക് കുടിക്കാൻ പറ്റില്ല. ഞാൻ പറയും, ഞാൻ ഒരു മല്ലു സോഷ്യലിസ്റ്റാണ് കേട്ടോ. ഐ ടോൾഡ്, ഞാൻ ഫ്രം കേരളത്തിലൊന്നുമില്ല. അതുകൊണ്ട് നീ പറയുന്നതൊക്കെ ഭരണഘടനാ വിരുദ്ധമാണെന്നുള്ള മനസ്സിലാക്കിക്കണം. ഐ ക്യാൻ ടേക്ക് ആക്ഷൻ അഗൈൻസ്റ്റ് യു, ബെറ്റർ ഗോ എന്ന് പറഞ്ഞ് ഞാൻ അവളുടെ ഒരു രോഷാകുലനായി അവളെ പറഞ്ഞു വിട്ടു. ഉച്ച കഴിഞ്ഞപ്പോൾ എനിക്കൊരു മാനസാന്തരം. ഇവൾക്ക് എന്ത് സാരമായ പ്രശ്നമുണ്ടല്ലോ, അന്യതാ ബുദ്ധിയുള്ള കുട്ടിയാണ്. അവളെ വിളിപ്പിച്ചു. ഞാൻ പറഞ്ഞത്, എനിക്ക് എന്താ പ്രശ്നം? ഞങ്ങളുടെ നാട്ടിൽ ഇതൊന്നുമില്ല. എൻ്റെ പ്യൂണിൻ്റെ ജാതി ഒന്നും ഞാൻ ചോദിക്കാറില്ല, എനിക്ക് വിഷയമല്ലത്. ഞങ്ങൾ മലയാളികളൊക്കെ ഇങ്ങനെയാണ്. വാട്ട് ഈസ് യുവർ പ്രോബ്ലം? അതിൽ പറയും, സാർ അതൊക്കെ എനിക്കറിയാം, ഭരണഘടനയും വ്യവസ്ഥയൊക്കെ എനിക്കറിയാം, നിയമവും അറിയാം, അൺടച്ചബിലിറ്റി ഈസ് ആൻ ഒഫൻസ് ഒക്കെ എനിക്കറിയാം. പക്ഷേ
എനിക്ക് മാനസികമായിട്ട് ഇയാൾ വെള്ളം കൊണ്ട് വന്ന് കുടിച്ചാൽ ഞാൻ ഛർദ്ദിക്കും. ഡു യു വോണ്ട് മീ ടു വൊമിറ്റ് ഇൻ ദി ഓഫീസ്? അപ്പോൾ അതെങ്ങനെ സംഭവിച്ചു എന്ന് ഞാൻ ചോദിച്ചു. അത് ഞങ്ങൾ ജനിച്ച കാലം തൊട്ടേ ഇപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ ഇവർ വീട്ടിൻ്റെ വെളിയിലേ നൽകുള്ളൂ, ഭക്ഷണ സാധനങ്ങളൊന്നും അവർ തൊടുവില്ല. അങ്ങനെയാണ് ഞങ്ങൾ വളർന്നിരിക്കുന്നത്. നിങ്ങളുടെ അച്ഛനും അമ്മയും വളരെ തെറ്റായിട്ടാണ് കൊച്ചിനെ വളർത്തിയതെന്ന് അർത്ഥം. ഇതൊക്കെ ഞാൻ പറഞ്ഞു വിട്ടു. ഐ ക്യാൻ ഓൺലി സിമ്പതൈസ് വിത്ത് യു. എനിക്ക് നിന്നോട് സഹതാപമല്ലാതെ വേറെ ഒന്നുമില്ല. പക്ഷേ ഡോണ്ട് ടെൽ എനിബഡി, ഇത് ശരിയാവില്ല. ഞാൻ ഇയാളെ മാറ്റിത്തരുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. ഞാനൊരു സോഷ്യലിസ്റ്റ് മലയാളിയാണെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മിച്ച് വിട്ടു. ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ ഇയാളുടെ ഒരു റിക്വസ്റ്റ് വന്നു. സർ, ഐ മേ ബി ട്രാൻസ്ഫേർഡ്. എനിക്ക് ഈ മാഡത്തിൻ്റെ സങ്കടം കണ്ട് എനിക്ക് സഹിക്കുന്നില്ല, എന്നെ വേറെ എങ്ങോട്ടെങ്കിലും ഇട്ട് ഇവർക്ക് ആരെങ്കിലും. അയാൾ എന്ത് മാന്യമായിട്ടത് കൈകാര്യം ചെയ്തു എന്നുള്ളതാണ്. ഇവിടെയാണെങ്കിൽ നമ്മളെ പിന്നെ 2-3 സത്യാഗ്രഹവും പിന്നെ ഘരാവുകയും കഴിഞ്ഞ് ഇവിടെ വിടുള്ളത് വേറെ കാര്യം, കേരളമാണെങ്കിലും. പക്ഷേ ഡൽഹിയിലാവും. അപ്പോൾ ഇപ്പോഴും ഇത് MA കാരി കുട്ടിയാണ് കേട്ടോ. ഒരു MA പാസ്സായി ഇന്ത്യൻ പോസ്റ്റൽ സർവീസിൽ വളരെ ഉന്നതമായ സ്ഥാനത്തോടു കൂടി ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥയാണ് എന്നോട് പറയുന്നത്, മൈ പിയൂൺ ഇസ് എ ചാമർ. അയാൾ വെള്ളം കൊണ്ടുവന്നാൽ അത് കുടിച്ചാൽ ഞാൻ ഛർദ്ദിക്കുമെന്ന് പറയുന്നത് 2004 സംഭവമാണ് ഞാൻ ഈ പറയുന്നത്. അതാണ് ഇന്ത്യ. കേരളത്തിൻ്റെ ലെൻസിലൂടെ ഇന്ത്യയെ കാണരുത്. ദേ ആർ അബൌട്ട് 50 years ബിഹൈൻഡ് us. കേരള അക്കാര്യത്തിൽ നമുക്കിവിടെ എന്തെല്ലാം തങ്ങളിൽ പ്രശ്നമുണ്ടെങ്കിലും നമ്മൾ പ്രോഗ്രസീവ് ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ വാല്യൂസ് ആർ ക്വയറ്റ് പ്രോഗ്രസീവ് കമ്പയർഡ് ടു ദ റെസ്റ്റ് ഓഫ് ദ കൺട്രി. യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് നോക്കിയാൽ നമ്മൾ ചിലപ്പോൾ പിന്നോക്കമായിരിക്കും. കഴിഞ്ഞ നമ്മുടെ കേരളത്തിലെ ഒരു ചീഫ് സെക്രട്ടറി, വനിതാ ചീഫ് സെക്രട്ടറി, ഒരു അനുഭവം പറഞ്ഞു അവരുടെ നിറവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ കേരളം വളരെ മുമ്പിലാണെന്ന് പറയുന്നുണ്ടോ? കേരളമായതുകൊണ്ടാണ് അവർക്കത് പറയാൻ സാധിച്ചത്. കേരളമായതുകൊണ്ട് ഷീ ഈസ് ഫ്രീ ടു സ്പീക്ക്. അങ്ങനെയുള്ള അപറേഷൻസ് ഒക്കെ ഉണ്ടാവും. കേരളം ഇതൊക്കെ നമ്മൾ മുൻപന്തിയിലുണ്ട്. പക്ഷെ ബ്യൂറോക്രസിയിൽ മാത്രം ഈ നീതി നിഷേധത്തിന്റെ കാര്യം വരാൻ എന്താ കാരണം? എൻ്റെ ഒരു എംപവേർഡ് സിവിൽ സൊസൈറ്റി ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഘടകമായിട്ട് ഇംപിഡിമെന്റ് ആയിട്ട് നിൽക്കുന്നത് ഇവിടുത്തെ ഓവർ ട്രേഡ് യൂണിയനിസം അല്ലേ എന്നുള്ളതാണ് എൻ്റെ സംശയം. ഈ വിഷയത്തിൻ്റെ ചില വശങ്ങളിലേക്ക് ഞാൻ പോയിട്ടില്ല. അത് നിങ്ങൾ ഈ പറഞ്ഞ വഴി കൂടെയൊക്കെ തന്നെയാണ് സഞ്ചരിക്കേണ്ടത് കേട്ടോ. ഞാൻ പോയിട്ടില്ല എന്നേ ഉള്ളൂ. ആ വഴികൾ ഞാൻ അടച്ചിട്ടില്ല. അതൊക്കെ ശരി തന്നെയാണ്. ഇറ്റ്സ് എ വെരി കോംപ്ലക്സ് പ്രോബ്ലം. എന്തുകൊണ്ട് നമ്മൾ ഇത്തരത്തിലൊരു പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരു ജനതയായി തീരുന്നു എന്നുള്ളതിന് പല കാരണങ്ങളുണ്ട്. ഞാൻ എൻ്റെ എക്സ്പോസിഷനിൽ അത് മുഴുവൻ പറഞ്ഞിട്ടില്ല. ഞാൻ സേഫായിട്ടുള്ള ഒരു ഏരിയയിൽ ബ്യൂറോക്രാറ്റിക് അപ്പതിയെ പറ്റി മാത്രമാണ് ഞാൻ പറഞ്ഞത്. കാരണം ദാറ്റ് ഈസ് എൻ ഏരിയ വേർ ഐ ആം ഫെമിലിയർ വിത്ത്. മറ്റ് ഏരിയസ് ഇല്ല, ഘടകങ്ങളില്ല എന്ന് അർത്ഥമേ ഇല്ല. ഉണ്ട്. അത് നിങ്ങളെപ്പോലെ കഴിവുള്ള പ്രാപ്തിയും അനുഭവമുള്ളവർ ആ വഴിക്ക് ചിന്തിക്കണം, സമൂഹത്തെ ശാക്തീകരിക്കണം. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. നമ്മൾ പറഞ്ഞു ഇവിടെ കേരളത്തിൽ ഇങ്ങനെയുള്ള സംഗതികളൊന്നും നടക്കുന്നില്ല എന്നുള്ളത്. പക്ഷേ ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ അനുഭവത്തിലുണ്ട്. കാരണം ഈ ജാതിയുടെയും രാഷ്ട്രീയത്തിൻ്റെയും മതത്തിൻ്റെയും പേരിൽ ഏറ്റവും അധികം വിഷമങ്ങൾ അനുഭവിച്ച ഒരു വളരെയധികം അനുഭവത്തിൽ എനിക്കുണ്ട്. ഞാനിവിടുത്തെ ഒരു റെപ്രസെൻറ്റേറ്റീവും കൂടിയാണ് കോർപ്പറേഷൻ്റെ. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ ഞാൻ ഇതിനൊക്കെ എതിരായിട്ട് പറയും. കാരണം നമ്മൾ പറയും, ഇപ്പോൾ നമ്മൾ അട്ടപ്പാടിയിൽ അല്ലേ, അട്ടപ്പാടിയിൽ ഒരു ആദിവാസീനെ കൊന്നു, അതിപ്പോൾ എവിടെ എത്തി? അതുപോലെ ഇങ്ങനെ കുറേ. അപ്പം നമ്മളുടെ ഇവിടെ ഏറ്റവും നീതിന്യായ വകുപ്പ് കറപ്റ്റഡ് ആണ്. വൈ? ബിക്കോസ് ആ ഇൻഫ്ലുവൻസ് ആണ്, പൊളിറ്റിക്കൽ ആൻഡ് കമ്മ്യൂണൽ ഇൻഫ്ലുവൻസ്. അപ്പോൾ ഇവിടെ നമ്മളുടെ കാര്യങ്ങൾ പുറത്തേക്ക് പറയാൻ ആർക്കും ധൈര്യം കാണിക്കുന്നില്ല. ഈവൻ ദ മീഡിയാസ് ഓൾസോ. അപ്പോൾ നമ്മൾ പറയുന്നത് നമ്മൾ ഇവിടെ ഉള്ളവരെല്ലാം നോക്കുന്നത് ഇവിടുത്തെ കേരളത്തിന് പുറത്ത് എന്ത് നടക്കും. ഞാൻ ഈ കേരളത്തിന് പുറത്തുള്ളവരത്തൊക്കെ പോയി വന്നിട്ടുള്ള ആളാണ് ഭിന്നശേഷിക്കാരുടെ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെയൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും അധികം നമ്മൾ പറയും നമ്മൾ എഡ്യൂക്കേറ്റഡ് ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നു കുറേ കാലം മുന്നേ നമ്മൾ ആളും എഡ്യൂക്കേറ്റഡ് അല്ലായിരുന്നു, പക്ഷേ കൾച്ചർ ഉണ്ടായിരുന്നു. നൗ ഇൻ കേരള ദർ ഇസ് എഡ്യൂക്കേഷൻ ബട്ട് കൾച്ചർ ഇസ്. അത് ഞാൻ പറയുന്നത് എൻ്റെ അനുഭവത്തിനാണ് പറയുന്നത്. അത് തെറ്റാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്. പക്ഷേ ഇത് നമ്മൾ അറിയാത്ത കുറേ കാര്യങ്ങൾ നമ്മളിലുണ്ട്. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ന്യായത്തിന് വിലയില്ല ഇവിടെയാണ്. കാരണം എവിടെ നോക്കിയാലും അനുഭവത്തിൽ പറയുന്നതാണ്. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ നമ്മൾ പ്രതികരിക്കുക. അപ്പോൾ ഇതിൽ നമ്മളൊരു സ്ഥാനത്തെത്തിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ജനപ്രതിനിധികളാണെങ്കിൽ ഞങ്ങളെന്തോ സംഭവം പറഞ്ഞില്ലേ, ഞങ്ങളെന്തോ സംഭവമാണ്, ഞങ്ങൾ ഇനിയൊക്കെ ഞങ്ങളുടെ കീഴിലാണ്. പക്ഷേ അത് തിരുത്താനുള്ള അവകാശം ജനങ്ങൾക്ക് കൊടുക്കുമ്പോഴേ ജനങ്ങൾക്ക് ഈ നീതി കിട്ടുള്ളൂ. ഈ തെരഞ്ഞെടുത്തവരെ തിരിച്ചു വിളിക്കാനുള്ള അധികാരം കൊടുക്കുമ്പോൾ
പക്ഷെ അത് നല്ല രീതിയിലായിരിക്കണം കൊടുത്തു കഴിഞ്ഞാൽ. അല്ലാതെ ഇതിവിടെയൊക്കെ എന്ന് പറഞ്ഞ പോലെ നമ്മളെല്ലാവർക്കും പ്രസംഗിക്കാനൊക്കെ നമുക്ക് എല്ലാവർക്കും കഴിയും, പക്ഷേ അനുഭവത്തിൽ വരുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. ആ നീതിബോധം ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് എന്നാണ് എൻ്റെ വിശ്വാസം. എനിക്കറിയില്ല, ഇനി അത് തെറ്റാണെങ്കിൽ. ഇതൊന്നും പറഞ്ഞതൊന്നും തെറ്റല്ല, വളരെ ശരി തന്നെയാണ്. ഈ കേരളത്തിൽ നടക്കുന്ന എല്ലാം ഗംഭീരമായ കാര്യങ്ങളാണെന്ന് എന്നൊന്നും ഞാൻ പറയണില്ല കേട്ടോ. മറ്റു പലയിടത്തും നടക്കുന്നതിന് അപേക്ഷിച്ച് നോക്കുമ്പോൾ സ്കെയിൽ കുറവാണ് എന്നേ പറയുന്നുള്ളൂ. മാത്രവുമല്ല, കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നേരത്തെ ഉണ്ടായിരുന്ന ഒരു സ്വാതന്ത്ര്യം പോലും ഇന്നിപ്പോൾ മാധ്യമങ്ങൾ കാണിക്കുന്നില്ല. മാധ്യമങ്ങൾക്ക് താല്പര്യം കുറഞ്ഞെന്ന് പോലും സംശയമുണ്ട്. പണ്ട് മാധ്യമങ്ങളോട് നമ്മൾ ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞാൽ അതൊരു സ്റ്റോറി ആക്കും. ഇപ്പോൾ അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അതിന് പല ഘടകങ്ങൾ കണക്കിലെടുത്തിട്ടാണ് ആ സ്റ്റോറി വരണമോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സമൂഹമാണ് ഞാനീ പറഞ്ഞ ഈ 1 മണിക്കൂറിനുള്ളിൽ എനിക്കൊരു സാമൂഹ്യ വിപ്ലവം നടത്താനൊന്നും ഞാൻ ആളല്ല, ഞാനൊരു സാമൂഹ്യ നേതാവല്ല. പക്ഷേ ദീസ് ആർ സർട്ടൺ ഫാക്ട്സ്. ഈ പറഞ്ഞതും ഫാക്റ്റ് തന്നെയാണ്. നമ്മുടെ കൺമുമ്പിൽ തന്നെ നടക്കുന്ന ഒരുപാട് അനീതികളെ വേണ്ടതുപോലെ സമൂഹ മനസ്സിലേക്ക് കൊണ്ടുവരാനോ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അതിനൊരു ഇഷ്യൂ ആക്കി മാറ്റാനോ ഒരു നീതി നേടിക്കൊടുക്കാനോ ഒരു 15-20 വർഷത്തിന് മുമ്പ് ഒരു ജനപ്രതിനിധിക്ക് ഉണ്ടായിരുന്ന സ്വാതന്ത്ര്യവും കഴിവും ഇന്നിപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് പൂർണ്ണമായും ഞാനും മനസ്സിലാക്കുന്നുണ്ട്. അതിൻ്റെ ഘടകങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ വിശദീകരിക്കുന്നില്ല, വിശകലനം ചെയ്യുന്നില്ല. പല കാരണങ്ങളുണ്ട്. അത് നമ്മുടെ ഒരു ചർച്ചയ്ക്കുടെ പരിധിക്ക് അപ്പുറത്തേക്ക് പോകുന്ന കാര്യങ്ങളാണ്. ദേശീയമായിട്ടുള്ള കാര്യങ്ങളുമുണ്ട്, പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങളുമുണ്ട്. മാധ്യമങ്ങളുടെ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രധാന പത്രങ്ങളെ പറ്റി മാത്രമല്ല ഞാൻ പറയും, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ മനുഷ്യ മനസ്സിന് സംഭവിച്ചിട്ടുള്ള ഒരു എന്താ പറയേണ്ടത്, ഒരു മരവിപ്പോ അല്ലെങ്കിൽ എന്തിനിപ്പോൾ യുദ്ധം പോലും കാണുന്നത്, ഇപ്പോൾ ഉക്രൈനിലോ അല്ലെങ്കിൽ ഈ പാലസ്തീനിലോ ഒക്കെ ഗാസയിലോ നടക്കുന്ന യുദ്ധം പോലും കാണുന്നത് ഒരു ഗെയിം കാണുന്ന ഒരു ലാഘവ ബുദ്ധിയോടുകൂടി കാണുന്ന ഒരു തലമുറ നമുക്കിടയിലുണ്ട്. അവിടെ ഗാസയിലൊക്കെ പട്ടിണി കിടന്ന ആളുകൾ മരിക്കുകയാണ്. കാരണം അവിടെ ഫാമിനാണ്, അവിടെ ഭക്ഷണമില്ല. ആശുപത്രിയിലാണ് ബോംബ് ചെയ്യുന്നത്, ആശുപത്രിയിൽ ബോംബിടുകയാണ്. ഈ ലോക മനസാക്ഷി തന്നെ മരവിച്ചു പോയല്ലോ. അപ്പോൾ ഇത് മരവിപ്പിൻ്റെ ഒരു കാലമാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അത് മാറി വരും. കാരണം മനുഷ്യ മനസ്സിന് ഒരുപാട് കാലം മരവിച്ചിരിക്കാൻ സാധ്യമല്ല. ദീസ് ആർ ഓൾ സൈക്ലിക്കൽ. നമ്മൾ ജനാധിപത്യത്തിലുണ്ടായിട്ടുള്ള ഈ ചുതികളെ പറ്റി പറഞ്ഞല്ലോ, ഇതിനും തീർച്ചയായിട്ടും റിയാക്ഷൻ ഉണ്ടാവും. പക്ഷേ ആ റിയാക്ഷൻ ഏത് വഴിക്കായിരിക്കുന്നു പ്രവചിക്കാൻ നമുക്കിപ്പോൾ സാധ്യമല്ല. കാരണം ടെക്നോളജി ഒരു ഗെയിം ചേഞ്ചറാണ്, സോഷ്യൽ മീഡിയ ഒരു ഗെയിം ചേഞ്ചറാണ്, ഇൻഫ്ലുവൻസ് ഓഫ് മണി ഒരു ഗെയിം ചേഞ്ചറാണ്. മണിയുടെ സ്വാധീനം ചെറുതല്ല. ഒരു ലിബറൽ എക്കോണമിക് പോളിസിയിൽ മണിയുടെ സ്വാധീനം വളരെ വലുതാണ്. അപ്പോൾ അതുകൊണ്ട് ആദർശത്തിൻ്റെ പേരിൽ മാത്രമല്ല, മറ്റു പല ഘടകങ്ങളുടെ പ്രതിപ്രവർത്തനം വഴി ഈ ഒരു മാറ്റം ഉണ്ടായേ സാധിക്കൂ. മാറ്റം ഉണ്ടാകുന്നതിന് മുമ്പ് ആളുകൾ ഇതിനോട് പൊരുത്തപ്പെടുകയും നമുക്ക് വല്ല ഗുണവും കിട്ടുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ സോഷ്യൽ ചേഞ്ച് ഉണ്ടാവും. പക്ഷേ ഏറ്റവും പ്രധാനം നമ്മളുടെ മനസ്സിൽ ഇതിനോട് പൊരുത്തപ്പെടാതിരിക്കാനുള്ള ഒരു തീക്ഷ്ണമായിട്ടുള്ള ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ അതാണ് നമുക്ക് നമ്മളോട് ചെയ്യാൻ പറ്റുന്ന. ഇപ്പോൾ ഈ ചോദ്യം ചോദിച്ചല്ലോ, അത് തന്നെ നല്ലൊരു ശുഭോദർക്കമായിട്ടുള്ള കാര്യമാണ്. നമ്മളതിനോട് പൊരുത്തപ്പെട്ടിട്ടില്ല. എല്ലാ തിന്മകളെയും നമുക്ക് പരിഹരിക്കാൻ സാധിക്കില്ലെങ്കിലും ഇത് തിന്മയാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു കഴിവെങ്കിലും നമുക്കുണ്ട് എങ്കിൽ അത് നമ്മളെ മാറ്റങ്ങളിലേക്ക് നയിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ ഇതൊരു സങ്കീർണമായിട്ടുള്ള വിഷയമാണ്. വി ആർ ടോക്കിംഗ് അബൌട്ട് പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ചേഞ്ച് ഇൻ ആൻ എത്തിക്കൽ കോണ്ടെക്സ്റ്റ്. അതൊരു ചെറിയ വിഷയമല്ല. അത് എന്നെപ്പോലൊരു ചെറിയ മനുഷ്യനെ കൊണ്ട് ഇത്രേ പറയാൻ സാധിക്കും. കൂടുതൽ അറിയാമെങ്കിൽ ചിലത് പറയാതെയും പോകണമല്ലോ. ഈ നീതി നിഷേധം എന്ന് പറയുമ്പോൾ ഒരു 2 പാർട്ടികളുണ്ട്. ഒരു പെർപെട്രേറ്റർ ഉണ്ടായില്ല, ആൻഡ് എ വിക്ടിം. എൻ്റെ തോന്നലിൽ ഇതിൻ്റെ ബേസിസ് നമ്മുടെ ഫ്യൂഡൽ സിസ്റ്റം വിച്ച് ഹാസ് ബീൻ sort of in our mindset for generations, which we have not got out yet from it. അപ്പോൾ ആ ഒരു ഇതിൻ്റെ സാർ ഉപയോഗിച്ചൊരു വാക്ക് എൻ്റെ മനസ്സിലുള്ളൊരു വാക്ക് തന്നെയാണ്, എൻടൈറ്റിൽമെൻറ്റ്. ആ എൻടൈറ്റിൽമെൻറ്റാണ്, ആ ഫ്യൂഡൽ മെൻറ്റാലിറ്റി എന്ന് വരുന്ന ഒരു സെൻസ് ഓഫ് എൻടൈറ്റിൽമെൻറ്റാണ് ഇങ്ങനെ ഈ ഓഫീസിൽ വരുന്നതിനോട് ക്രൂരമായിട്ട് പെരുമാറാനും അവൻ്റെ വിഷമം കാണാതിരിക്കാനുള്ള മനസ്ഥിതി വരുന്നതൊക്കെ അവർ എൻടൈറ്റിൽമെൻറ്റ് ഭാഗമെന്ന് സാറ് പറഞ്ഞു. ഇങ്ങനെ നീതി നിഷേധിക്കുമ്പോൾ ഈ ലെജിസ്ലേച്ചറുണ്ട്, നമുക്ക് എക്സിക്യൂട്ടീവ് ഉണ്ട്, പിന്നെ ഒരു വലിയൊരു സാധനമുണ്ട്, ജുഡീഷ്യറിയുടെ ഒരു സാധനം, വിച്ച് ഐ ഫീൽ ഈസ് എ ടോട്ടൽ ഫെയിലിയർ ഇൻ അവർ സിറ്റുവേഷൻ. ബിക്കോസ് എത്രയോ ആൾക്കാർ ഈ പറഞ്ഞ UAPAയും വേറെ പല റൂൾസും സാറ് പറഞ്ഞ പല ആക്ട് പ്രകാരം ഒരു കാരണവുമില്ല, എത്രയോ കാലങ്ങളായിട്ട് ജാമ്യമില്ല, കോടതിയില്ല, ഹിയറിങ്ങും ഇല്ല, ജയിലിൽ കിടക്കുന്നു. അവരുടെ പെറ്റീഷൻസ്
ഒരു അനുഭാവം ഇല്ലാതെ പരിഗണിക്കാൻ പോലും മനസ്ഥിതി ഇല്ലാത്ത ഒരു ജുഡീഷ്യറി നമുക്കുണ്ട് ഇപ്പോഴും. പിന്നെ ഈ ഓഫീസറുടെ കാര്യം പറയുമ്പോൾ ഏറ്റവും കുറച്ച് പണിയെടുക്കുന്ന നമ്മുടെ ജുഡീഷ്യറി തന്നെയാണ്. അവരുടെ സമയം എത്രയോ 11 മണിക്കാണ്. ഞാനൊരു ഡോക്ടറാണ്, എത്രയോ തവണ കോടതിയിൽ വിറ്റ്നസ്സായിട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് പറയാണ്, ആദ്യത്തെ 1 മണിക്കൂർ റോൾ കോൾ, ഒരു ആവശ്യമില്ല, ഒരു റോൾ കോൾ എന്ന് പറഞ്ഞ ഒരു പ്രഹസനമാണ്. അത് കമ്പ്യൂട്ടറിൽ ഇട്ടാൽ മതി. അതെ, അതാ കഴിഞ്ഞു. പിന്നെ ഞങ്ങളെമാതിരി പോയ ഡോക്ടർമാരെ എക്സ്പേർട്ട് വിറ്റ്നസ് പറഞ്ഞു ഞാനും കയറുന്നുണ്ട്, കയറിയിട്ടുണ്ടോ, അങ്ങനെ കുറേ പേരെ പറഞ്ഞു വിടും. ഒരു കേസൊക്കെ പകുതി, അങ്ങനെ എത്ര കേസുകൾ കെട്ടിക്കിടക്കുന്നതിൻ്റെ കാരണം. അപ്പോൾ ഈ ജുഡീഷ്യറല്ല, ലെജിസ്ലേച്ചറിനോ എക്സിക്യൂട്ടീവിനോ എന്താ പറയുക, റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റാത്ത, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാത്ത ഈ നീതിബോധം പിന്നെ ചെയ്യേണ്ടത് ആൾക്കാർ ജുഡീഷ്യറിയാണ്. അപ്പോൾ അതൊരു വലിയ ഫെയിലിയർ ആയിട്ടാണ് ഞാനിപ്പോൾ കാണുന്നത്. ഐ എഗ്രി ആൻഡ് ഡിസഗ്രി വിത്ത് യു. ഇൻ ദ സെൻസ് എഗ്രി വിത്ത് യു ബിക്കോസ് ദർ ഈസ് ഇഷ്ടം പോലെ കെട്ടിക്കിടക്കുന്നുണ്ട്. പക്ഷേ ഈ ജുഡീഷ്യറിയും കൂടി ഇല്ലായിരുന്നെങ്കിലുള്ള നമ്മുടെ സ്ഥിതി എന്താണ് എന്നോർത്താൽ ഇതെങ്കിലും ഉണ്ടല്ലോ എന്ന് നമ്മൾ ആലോചിച്ചു. പക്ഷേ ദർ ഈസ് ഇഷ്ടം പോലെ അതിന് ഇമ്പ്രൂവ്മെൻറ്റിന് സ്കോപ്പുണ്ട്. പക്ഷേ വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ ഹോം സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഈ ജുഡീഷ്യറി നമ്മുടെ ഒരു വകുപ്പാണ്. ഇവരിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ജുഡീഷ്യറിയാണ്, നമുക്ക് ചാടിക്കേറി അഭിപ്രായം പറഞ്ഞുകൂടാ, അവർ തന്നെ പറയണം. സോ അത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ളൊരു കേസാണ്. എന്നാലും കുറച്ച് മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഓൺലൈനിൽ ഇപ്പോൾ വിചാരണ നടത്താം, ജയിലിൽ നിന്ന് കൊണ്ടുപോകേണ്ട കാര്യമില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. തിങ്സ് ആർ ചേഞ്ചിങ് ബട്ട് വെരി സ്ലോലി. ഇപ്പോൾ റോൾ കോള് ഉദാഹരണത്തിന് ഒഴിവാക്കേണ്ടതാണെന്നാണ് ഞാനൊരു ജഡ്ജിനോട് തന്നെ ചോദിച്ചു. ഇതെന്തിനാണ്? പീക്ക് ടൈമാണ് കേട്ടോ, 11 മണി തൊട്ട് 12 മണി വരെ. ഇന്ന കേസ് നീട്ടി വയ്ക്കുന്നു, അവസാനം 3 കേസ് എടുക്കുന്നു, അതിൽ തന്നെ വീണ്ടും ഇത് അവിടെ രാവിലെ ഡിസ്പ്ലേ ചെയ്താൽ പോലും ഡിസ്പ്ലേ ബോർഡിൽ ഇന്ന കേസുകൾ നീട്ടി വെച്ചിരിക്കുന്നു. നേരത്തെ അത് വക്കീൽ കൊടുക്കുക, നീട്ടി വെച്ചിരിക്കുന്നു. അതിന് 10 മണി തൊട്ട് തന്നെ വിചാരണ തുടങ്ങി എത്ര കേസ് തീരും? അപ്പോൾ അതെന്തോ അമെൻമെൻറ്റ് വേണം. വക്കീലന്മാർ തന്നെ അതിന് അനുകൂലിക്കുന്നില്ല. കാരണം കക്ഷിയോട് പറയണമല്ലോ, ഞാൻ വാദിച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് വാങ്ങിച്ചിരിക്കുകയാണെന്ന് പറയണം. അങ്ങനെ പല കാര്യങ്ങൾ. ഓൾ വെസ്റ്റഡ് ഇൻട്രസ്റ്റ്. ഇറ്റ് ഈസ് ഓൾവേസ് ദി ക്ലയൻറ്റ് ഹൂ സഫേഴ്സ്. മനസ്സിലായില്ലേ അത്? അപ്പോൾ അതുകൊണ്ട് ജുഡീഷ്യറിയെ നമ്മൾ തള്ളിപ്പറഞ്ഞുകൂടാ. ജുഡീഷ്യറി ഉള്ളത് കൊണ്ട് എത്രയോ അപകടങ്ങളിൽ നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നും കൂടി നമ്മൾ ഓർക്കണം. അറ്റ്ലീസ്റ്റ് ഹയർ ജുഡീഷ്യറി ഈസ് വെരി അലർട്ട് ഇപ്പോഴും. പിന്നെ ഈ പറഞ്ഞ പോലെ സിസ്റ്റംസ് സ്ലോലി ഇറ്റ് വിൽ ചേഞ്ച്. ഒൺലി തിങ് ഈസ് ഫ്യൂഡൽ മൈൻഡ് സെറ്റ് എവിടെ കണ്ടാലും നമ്മൾ എതിർക്കണം. വി ഷുഡ് അസേർട്ട് അവർ റൈറ്റ്സ് ആസ് എ ഡെമോക്രാറ്റിക് ഇന്ത്യ. ഇതാണ്. ഓക്കെ സാർ, ഞാൻ വർഷങ്ങളായി ഇത്തരം അനീതിയോട് പ്രതികരിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് നീതി നിഷേധമാണ് ഇവിടെ. എന്തോ ഞാൻ അവരുടെ കണ്ണിലൊരു കരടാണ്. കൈക്കൂലി കൊടുക്കില്ല. ക്ഷേമനിധി പെൻഷൻ്റെ കാര്യത്തിൽ ഞാൻ അവർ കൈക്കൂലി, ഈ ബ്രോക്കറേഴ്സിനോട് കൈക്കൂലി വാങ്ങുന്നത് കണ്ടിട്ട് പ്രതികരിച്ചിരുന്നു. ഇത് വലിയ വിഷയമായതുകൊണ്ട് ഞാൻ മാസം അടച്ചിരുന്ന എൻ്റെ ക്ഷേമനിധി അക്കൗണ്ടിൽ നിന്ന് ഇന്ന് വരെ ഒരു 10 പൈസ എനിക്ക് പെൻഷൻ പോലും തരുന്നില്ല. നടന്നു മടുത്ത് ഞാൻ വിട്ടു. വിടരുത്. കിട്ടിയില്ലെങ്കിലും തിരക്കേടില്ല. പിന്നെ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇതിനകത്ത് അല്ല, നമ്മളിപ്പോൾ ഇങ്ങനെ പറഞ്ഞ ഒരുപാടുണ്ട്. ഈ പുതിയ സാങ്കേതിക വിദ്യയുടെ വരവോടുകൂടി കുറേയേറെ സുതാര്യത സ്വാഭാവികമായിട്ടും വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ടെക്നോളജി, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഈ കോർപ്പറേഷനുകളിലൊക്കെ പണ്ട് ബിൽഡിംഗ് ടാക്സ് അങ്ങോട്ട് കൊടുക്കുന്നതിന് കൈക്കൂലി ചോദിച്ചിട്ടുള്ള ആഫീസുകളെ എനിക്കറിയാം. തിരുവനന്തപുരത്ത് ഒരാൾ ഒരു ഫ്ലാറ്റ് കെട്ടി, അയാൾ ഡൽഹിയിലാണ്. ആ ഫ്ലാറ്റിന് ആനുവൽ ഈ ടാക്സ് കൊടുത്തിട്ട് പോകാം, വൈകിട്ടുള്ള ഫ്ലൈറ്റിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് ടാക്സ് കൊടുക്കാനായിട്ട് ഒരാളെ പറഞ്ഞയച്ചോ, പറയില്ല ടാക്സ് വാങ്ങിക്കാൻ പറ്റില്ല, അതിൻ്റെ പ്ലാൻ വേണം, മറ്റത് വേണം, മറിച്ചത് വേണം എന്നൊക്കെ പറയും. ഒരു നിവൃത്തിയില്ല. അയാൾ ഒരു ഫ്ലാറ്റ് വാങ്ങിച്ചതാണ്, അതൊക്കെ ബിൽഡർ കൊടുത്തിട്ടുണ്ട്. എത്ര 12,000 രൂപ ടാക്സ് അടയ്ക്കാൻ റെഡിയാണ്, വാങ്ങിക്കാൻ പറ്റില്ല. അതൊക്കെ നിങ്ങൾ രേഖയുണ്ടാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അയക്കാണെങ്കിൽ വൈകിട്ട് ഫ്ലൈറ്റിൽ പോകണം. അപ്പോൾ എന്നോട് ചോദിച്ചു, സാറിനൊന്ന് വിളിച്ച് പറയാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നോക്കട്ടെ എന്ന്. ഞാൻ വിളിച്ചില്ല. കുറച്ച് കഴിഞ്ഞാൽ തിരിച്ച് വിളിച്ച് പറയല്ലേ, ഞാൻ ഏർപ്പാടാക്കി. എങ്ങനെ ഇത് കേട്ടുകൊണ്ട് നിന്ന് ഒരാൾ തോളിൽ തട്ടി, സാറിങ്ങി വന്നാട്ടെ, എത്ര രൂപ 12,000 രൂപ അടയ്ക്കണമല്ലേ, ഒരു 15,000 റുപ്പീസ് ഇങ്ങനെ തരും. ഇയാളെ കൊടുത്തു. ഒരു അരമണിക്കൂർ കൊണ്ട് രസീത് അടിച്ച് കൈ കൊടുത്തു. 15,000 രൂപ 12,000 രൂപ ടാക്സും അടച്ചു, 3,000 രൂപ ഏജൻറ്റും വാങ്ങിച്ചു. അങ്ങനെയുള്ളിടത്ത് ഇപ്പോൾ എനിക്ക് കമ്പ്യൂട്ടർ കയറി നമുക്ക് നികുതി അടയ്ക്കാം. ഞാൻ പറയുന്നത് പുതിയ ടെക്നോളജി ഇത്തരത്തിലുള്ള ഒരുപാട് അപകടങ്ങളെ
നിവാരണം ചെയ്യും. ഇപ്പോൾ ഈ ക്ഷേമനിധി അടച്ചോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ഇനി ഓൺലൈൻ പേയ്മെൻ്റ് ആയി കഴിയുമ്പോൾ ഒക്കെ മാറി സമയമെടുക്കും. നമ്മുടെ ജനറേഷന് ചിലപ്പോൾ അതിൻ്റെ പൂർണ്ണ പ്രയോജനം കിട്ടിക്കൊള്ളണം എന്നില്ല. അടുത്ത ജനറേഷനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ മാറും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നമുക്ക് ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കാം. Now there remains the pleasant task of giving thanks to all of you. I express my hearty vote of thanks to our beloved guests. I extend that measure of gratitude to our beloved Sudhakaran sir. It will be a failure on my side if I do not extend my vote of thanks to all those who are present here. All above, I thank God the Almighty, whose hand is behind all this. Thank you all. Thank you very much.